ഹായ്, ഞാൻ പാത്തുമ്മക്കുട്ടി, സെൽഫ് മാസ്റ്ററി കോച്ച്. പലപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, ജീവിതത്തിൽ കുറേ വെല്ലുവിളികൾ നേരിടുന്ന സമയത്ത് ടീച്ചർ പറഞ്ഞ വർക്കുകളൊന്നും ചെയ്യാനുള്ള മൂഡുണ്ടാവില്ല. എന്താണ് ഈ വെല്ലുവിളികളെ തരണം ചെയ്യാൻ സാധിക്കുക? എങ്ങനെയാണ് തരണം ചെയ്യുക എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഈ പ്രശ്നം എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. നമുക്ക് സാധാരണ രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യും. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ നമ്മൾ ആകെ തകരും അല്ലെങ്കിൽ തളരും. ഈ തളർച്ചയില്ലാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താണ് ചെയ്യാൻ പറ്റുക നോക്ക്. പലപ്പോഴും ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കാറുണ്ട് പേപ്പറിലൂടെയൊക്കെ, ചെറിയ കുട്ടികളടക്കം ആത്മഹത്യ ചെയ്തത്. ചെറിയ ചെറിയ ഇഷ്യൂസ് ആയിരിക്കും, ഫോൺ കൊടുക്കാഞ്ഞിട്ട് പോലും. അപ്പൊ ഈ ഇഷ്യൂസിനെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. മെന്റൽ റെസിലിയൻസ്. നമ്മൾ എല്ലാവരും മെന്റൽ റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള പ്രതിരോധ ശേഷി. സാധാരണ നമ്മൾ ശാരീരിക പ്രതിരോധ ശേഷി പറയാറുണ്ട്. രോഗങ്ങൾ പെട്ടെന്ന് വരുന്ന ആളുകൾക്ക് പ്രതിരോധ ശേഷി കുറവാണ്. എന്നാൽ ഏത് സാഹചര്യത്തിലും രോഗങ്ങൾ വരാതെ നമ്മെ തടയാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ പ്രതിരോധ ശേഷി കൂടുതലാണ് എന്നൊക്കെ നമ്മൾ പറയും. ഫിസിക്കലായിട്ടുള്ള പ്രതിരോധ ശേഷിക്ക് വേണ്ടി നമ്മൾ പല മെത്തേഡുകൾ സ്വീകരിക്കാറുണ്ട്. എന്നാൽ മാനസിക പ്രതിരോധ ശേഷിയെക്കുറിച്ച് നമ്മൾ കൂടുതലൊന്നും ചിന്തിക്കാറില്ല. അപ്പൊ അതെന്താണ്, എങ്ങനെയാണ് അത് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ. ലൈഫിൽ നമ്മൾ എപ്പോഴെങ്കിലും തകർന്നായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടോ? എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും അല്ലെ? എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും. പ്രശ്നങ്ങൾ മുന്നിൽ കുന്നുകൂടുമ്പോൾ നമ്മുടെ ഉള്ളു തകരും. എന്നാൽ ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവര് പ്രശ്നങ്ങളെ, എത്ര പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെയൊക്കെ അവരെന്ത് ചെയ്യുന്നു? അവർ പ്രശ്നങ്ങളെ തകർത്ത് അവർ മുന്നോട്ട് പോകുന്നു. അതാണ് മെന്റൽ റെസിലിയൻസ് എന്ന് പറയുന്നത്. ഒരു ഒരു തവണ പോലും തളരാതെ മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവുമോ? സാധ്യത കുറവാണ് അല്ലെ? നിങ്ങൾ ഒറ്റപ്പെട്ട് തളർന്ന് പലതവണ നിലം പതിച്ചിട്ടുണ്ടോ? അങ്ങനത്തെ വ്യക്തികളുണ്ട്. പല തവണ വീഴുന്ന ആളുകൾ. വീഴുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ വീണ സ്ഥലത്ത് നിന്ന് എണീക്കണം എന്നേ ഉള്ളൂ. ഓരോ തവണയും വീഴുമ്പോൾ ഉയർത്തെഴുന്നേറ്റ് കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്താണോ അതാണ് മെന്റൽ റെസിലിയൻസ്. ഇപ്പൊ വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ വരുമ്പോഴും നമ്മൾ തളരും. തളരും എന്നുള്ളത് സ്വാഭാവികമാണ്, എല്ലാവരും തളരും. പക്ഷെ ആ തളർച്ചയിൽ നിന്ന് മുന്നോട്ട് വരാനുള്ള നമ്മുടെ കഴിവാണ് എന്ത്? മെന്റൽ റെസിലിയൻസ്. തകർച്ചയില്ലാത്ത മനുഷ്യന്റെ ശക്തി. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതം മാറ്റിയെടുക്കും. തളരാതെ മുന്നോട്ട് പോകാൻ മനസ്സിനെ എങ്ങനെ ട്രെയിൻ ചെയ്യാൻ എന്ന് നോക്കുകയാണ് ഈ വീഡിയോയിലൂടെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ജന്മന ഉള്ളതല്ല ഈ റെസിലിയൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് പരിശീലിപ്പിച്ചെടുക്കാവുന്നതാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ, നമ്മുടെ മസിലുകൾ നമ്മൾ എക്സസൈസ് ചെയ്തിട്ടും ജിമ്മിൽ പോയിട്ടൊക്കെ മസിലുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? വളർത്തിയെടുക്കുന്നു. അതേപോലെ നമ്മളുടെ മെന്റൽ റെസിലിയൻസും നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അതല്ലാതെ ജന്മന അവർക്ക് അതൊക്കെ സഹിക്കാനുള്ള കഴിവുണ്ട് എന്നല്ല. എല്ലാവരും ഇത് വളർത്തിയെടുക്കുന്നതാണ്. അപ്പൊ വളർത്തിയെടുക്കണമെങ്കിൽ, നമ്മൾ മസിൽ വളർത്തിയെടുക്കണമെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്ത് മസിലിനെ പുഷ്ടിപ്പെടുത്തും. അതേപോലെ ഈ മെന്റൽ റെസിലിയൻസ് വളർത്തിയെടുക്കണമെങ്കിൽ ജീവിതത്തിലെ വെല്ലുവിളികളെ നമ്മൾ കുറേശ്ശെ നേരിടണം. നേരിട്ടിട്ടേ അതിനെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുള്ളൂ. അതെങ്ങനെയാന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മനസ്സിനെ ഉരുക്കുപോലെ ശക്തമാക്കാനുള്ള 5 ശാസ്ത്ര സംബന്ധമായ ടെക്നിക്കുകളാണ് കാണാൻ പോകുന്നത്. ഇത് ചെയ്താൽ നമുക്ക് ഒടുക്കത്തെ ധൈര്യം ഉണ്ടാവാൻ സഹായിക്കുന്നുള്ളതാണ് ഈ 5 ടെക്നിക്കുകൾ. ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണും. വെല്ലുവിളികൾ, പരാജയങ്ങൾ, തിരിച്ചടികൾ എന്നിവയിൽ നിന്ന് തിരിച്ചു വരാനുള്ള മനസ്സിന്റെ കഴിവാണ് മാനസിക പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. ആ തിരിച്ചുവരവ് വളരെ ശക്തമാകണം. മാനസിക പ്രതിരോധം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്ന കൊടുങ്കാറ്റുകളെ ഒഴിവാക്കുന്നതല്ല. പക്ഷെ ആ കൊടുങ്കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ആ മഴയിൽ നിന്ന് തന്നെ ഡാൻസ് ചെയ്യാനുള്ള കഴിവാണ് മെന്റൽ റെസിലിയൻസ്. അതായത് തടസ്സങ്ങൾ ഉണ്ടാവാത്തതല്ല ഈ മെന്റൽ റെസിലിയൻസ് എന്ന് പറഞ്ഞത്. മെന്റൽ റെസിലിയൻസ് ഉണ്ടാവണമെങ്കിൽ ജീവിതത്തിൽ തിരിച്ചടികളും വെല്ലുവിളികളും ഉണ്ടാവണം.
അതിനെ തരണം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിൽ ഉണ്ടാവുന്ന ഒന്നാണ് എന്ത്? മെന്റൽ റെസിലിയൻസ്. അപ്പൊ ഒരിക്കലും ഈ പ്രയാസങ്ങൾ ഇല്ലാത്ത ആളുകൾക്ക് പ്രയാസം ഇല്ലാഞ്ഞിട്ടാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്. എല്ലാവർക്കും വെല്ലുവിളികൾ ജീവിതത്തിൽ ഉണ്ടാവും. അത് ജീവിതത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച് അത് നമ്മളിലൂടെ കടന്നു പോകാൻ അനുവദിക്കുന്നതാണ് മെന്റൽ റെസിലിയൻസ്. ഈ വെല്ലുവിളികൾ, പരാജയങ്ങൾ, തിരിച്ചടികൾ എന്നിവയിൽ നിന്ന് തിരിച്ചു വരാനുള്ള മനസ്സിന്റെ കഴിവിനാണ് എന്ത് പറയാ? മെന്റൽ റെസിലിയൻസ്. അത് വെല്ലുവിളികളെ ഒഴിവാക്കലല്ല, വെല്ലുവിളിയിലും എങ്ങനെ നന്നായിട്ട് ജീവിക്കാം എന്ന് പഠിക്കലാണ്. നമ്മളെ ചുറ്റും ധാരാളം എക്സാമ്പിൾ കാണാറുണ്ട് അല്ലെ? ധാരാളം എത്രയോ വെല്ലുവിളികൾ ഉണ്ടായിട്ടും അതിൽ നിന്നൊക്കെ മോചനം നേടി വളരെ ഉയർന്ന നിലയിൽ ജീവിക്കുന്ന ആളുകളെ. ഒരാള് മലാല യൂസഫ് സായി എന്ന് പറഞ്ഞ ആ വ്യക്തിയെ നിങ്ങൾക്ക് അറിയാം അല്ലെ? പാകിസ്ഥാനിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ അനുവദിക്കാഞ്ഞിട്ട് അതിനുവേണ്ടി സമരം ചെയ്ത് അവസാനം വെടിയുണ്ട പോലും ഏൽക്കേണ്ടി വന്ന് അതിലൊക്കെ പിടിച്ചു നിന്ന് അവര് നോബൽ സമ്മാനത്തിന് അർഹയായ ഒരു വ്യക്തിയാണ് മലാല യൂസഫ് സായി. അവരിപ്പോഴും അതേ മേഖലയിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ സ്റ്റീഫൻ ഹോക്കിങ്സ് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം അല്ലെ? അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെയൊക്കെ ജീവിതത്തിന്റെ അവസ്ഥ നോക്കുമ്പോൾ നമുക്കൊന്നും യാതൊരു വെല്ലുവിളി ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ ശരീരം ഒട്ടും അനക്കാൻ പറ്റാത്ത, മുഴുവൻ തളർന്നു പോയ ഒരു ശരീരം. ആകെ എന്തേ വർക്ക് ചെയ്യുള്ളൂ? ബ്രെയിൻ മാത്രം വർക്ക് ചെയ്യുള്ളൂ. കൈ പോലൊന്ന് ഇളക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം പുസ്തകങ്ങൾ എഴുതിയതും അതുപോലെ ധാരാളം ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കണ്ടുപിടുത്തമാണ്. നിസ്സാരമൊന്നല്ലായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും അതെ നമുക്കൊന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാവില്ല. അത്രയും ഗഹനമായ കാര്യങ്ങൾ ചെയ്തിരുന്നത് അത്രയും വയ്യാത്തൊരു വ്യക്തിയാണെന്ന് ആലോചിക്കുമ്പോൾ ഏതവസ്ഥയിൽ നിന്നും നമുക്കും തിരിച്ചു വരാൻ സാധിക്കും എന്നാണ് നമുക്ക് ഇവരൊക്കെ പഠിപ്പിക്കണം നമ്മളെ. ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോയ വ്യക്തികളാണ് ഇവര്. ഞാൻ രണ്ടുപേരെ എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. ഇനിയും ധാരാളം ആളുകളുണ്ട്, നിങ്ങൾക്ക് അറിയുണ്ടാവും ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നത്. അപ്പോൾ അവരെയൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുകയാണ് വേണ്ടത്. അല്ലാതെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴേക്കും തകരല്ല വേണ്ടത്. എന്ത് ഇഷ്യൂ വരുമ്പോഴും അതിന്റെ കൂടെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയും കൂടെ അതിന്റെ കൂടെ ഉണ്ടാവും. പക്ഷെ നമ്മൾ വൈകാരികമാവുന്നത് കൊണ്ട് ആ വഴി നമുക്ക് കണ്ടെത്താൻ പറ്റാത്തതാണ്. അപ്പൊ മാനസിക പ്രതിരോധ ശേഷിയുടെ പ്രാധാന്യം എന്താണ് നോക്കാം നമുക്ക്. ഒന്ന്, വൈകാരിക വേദനയും പ്രതിസന്ധിയും മറികടക്കാൻ സഹായിക്കുന്നു. ഇപ്പൊ ഈ പ്രതിസന്ധി അതായത് ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പ്രതിരോധം വേണം. ഏതുപോലെന്ന് വെച്ചാൽ രോഗം വരുമ്പോൾ രോഗാണു നമ്മുടെ ശരീരത്തിലേക്ക് കടന്നാൽ രോഗം ആയി മാറാതെ ശരീരം സംരക്ഷിക്കുന്നത് പോലെ മനസ്സിലേക്ക് വെല്ലുവിളികളും പ്രയാസങ്ങളും വരുമ്പോൾ അത് മനസ്സിനെ തകരാതെ സൂക്ഷിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് ഈ പ്രതിരോധ ശേഷിയുടെ ഏറ്റവും പ്രധാനം. വ്യക്തമായി തീരുമാനം എടുക്കാൻ കഴിയും. അതെങ്ങനെ വ്യക്തമായി തീരുമാനം എടുക്കാൻ പറ്റണത്? ഈ പ്രതിരോധ ശേഷി ഉണ്ടാവുമ്പോൾ മെച്ചം എന്താന്ന് വെച്ചാൽ നമ്മൾ വൈകാരികമായിട്ട് വല്ലാതെ ഉയരൂല. സാധാരണഗതിയിൽ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ നമ്മളുടെ വൈകാരികത ഉയരും. എന്നാൽ പ്രതിരോധ ശേഷിയുള്ള വ്യക്തികൾക്ക് ആ വൈകാരികത ഉയരൂല. വൈകാരികത ഉയർന്നാൽ നമ്മളുടെ വിവേകം കുറയും. ഈ വികാരവും വിവേകവും പറയുമ്പോൾ രണ്ടും ഏകദേശം ഒരുപോലെ തോന്നുക. ഇത് രണ്ടും കൂടി ഒപ്പം നിലനിൽക്കില്ല. നിങ്ങളുടെ വികാരം വളരെ ഉയർന്ന അവസ്ഥയിലാണെങ്കിൽ നിങ്ങളുടെ വിവേകം ഏറ്റവും താഴ്ന്ന അവസ്ഥയിലാവും. അതുകൊണ്ടാണ് സാധാരണ ആളുകൾ പറയാറുണ്ട്, ഏറ്റവും സന്തോഷമുള്ള സമയത്തും ഏറ്റവും ദുഃഖമുള്ള സമയത്തും ഒരു തീരുമാനം എടുക്കരുത് എന്നുള്ളത്. അപ്പം ഈ പ്രതിരോധശേഷി ഉണ്ടെങ്കിൽ അത്തരം വ്യക്തികൾക്ക് വൈകാരിക അവസ്ഥ ഒരു സന്തുലനാവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു. പിന്നെ മൂന്നാമതായിട്ട് ബന്ധങ്ങളെ നേതൃത്വത്തെ ശക്തിപ്പെടുത്തുന്നു. അതായത് ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വൈകാരികതയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ബന്ധങ്ങളുടെ അടുപ്പം കൂട്ടുന്നതും കുറക്കുന്നതും ഒക്കെ ഈ വൈകാരികതയുമായി വളരെയധികം ബന്ധപ്പെട്ടിട്ടുണ്ട്. വളരെയധികം വൈകാരികമായി ഉയർന്ന അവസ്ഥയിലാണ് ബന്ധങ്ങൾക്ക് എപ്പോഴും എന്താ പറയുക വിള്ളലുകൾ ഉണ്ടാവുന്നത്. വളരെയധികം ദേഷ്യം പിടിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ വിവേകത്തോടല്ല നമ്മൾ സംസാരിക്കുക. അപ്പൊ അവർക്ക് എന്ത് വരുന്നു? നമ്മൾ ഉദ്ദേശിച്ചതാവൂല നമ്മൾ പറയണത്.
അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ബന്ധങ്ങൾക്ക് വിള്ളലുകൾ വരും. അതുകൊണ്ട് ഈ പ്രതിരോധ ശേഷി നമ്മളുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തും. 4, ദീർഘകാല ലക്ഷ്യങ്ങളെയും സ്ഥിരതയെയും പിന്തുണക്കും. അതായത് പ്രതിരോധ ശേഷിയുള്ള ആളുകൾക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. ഈ പ്രതിരോധ ശേഷി ഇല്ലാത്തവർക്കാണ് വൈകാരികമായിട്ട് അവർ വല്ലാതെ തളരുക. അത് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. അത് അവരെ ജീവിതത്തെ വലിയ സ്ഥിരതയും ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കും. പ്രതിരോധ ശേഷി ഇല്ലെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, പ്രതിരോധ ശേഷി ഇല്ലെങ്കിൽ പ്രതിസന്ധികളിൽ നമ്മൾ തകരും. എന്നാൽ പ്രതിരോധ ശേഷി ഉള്ളവർ പ്രതിസന്ധിയിൽ കൂടുതൽ ശക്തിയായിട്ട് തിരിച്ചു വരിക ചെയ്യും. അപ്പൊ നമുക്ക് പ്രതിരോധ ശേഷി അത്യാവശ്യമല്ലേ? അതിന്റെ പ്രാധാന്യം ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി പ്രതിരോധ ശേഷിയെ തടയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഇതറിഞ്ഞാൽ നമുക്കത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ മതി. ഒന്നാമത്തെ വൈകാരികമായ അമിതഭാരം. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ തന്നെ അമിതമായിട്ട് വൈകാരിക അവസ്ഥ പ്രകടിപ്പിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു മരണമൊക്കെ ഉണ്ടാവുമ്പോൾ അട്ടഹസിച്ച് കരയുന്നവര്. എല്ലാവർക്കും സങ്കടം ഉണ്ടായിരിക്കും, പക്ഷെ അതിനൊന്നും ഒതുക്കാനുള്ളൊരു കഴിവില്ലാതെ അങ്ങനെ അമിതമായ ഭാരം കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അതല്ലാതെ തന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതൊരിക്കലും പുറത്തു കൊടുക്കാതെ ആ ഭാരം ഇങ്ങനെ കൊണ്ട് നടക്കുക. അങ്ങനത്തെ വ്യക്തികൾക്ക് പ്രതിരോധ ശേഷി ഉണ്ടാവില്ല. അത് നമ്മുടെ പ്രതിരോധ ശേഷിയെ കുറക്കും. പിന്നെ നെഗറ്റീവ് സ്വയം സംസാരം. നമ്മളോട് നമ്മൾ സംസാരിക്കുന്ന നെഗറ്റീവ് ആണെങ്കിൽ അത്തരം വ്യക്തികൾക്കും പ്രതിരോധ ശേഷി ഉണ്ടാവില്ല. കാരണം നമ്മൾ നെഗറ്റീവ് സംസാരിക്കുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ പറയാം എന്താണ്, എനിക്ക് മാത്രം എന്തത് വരുന്നത്, അല്ലെങ്കിൽ ഞാൻ ഭാഗ്യം കെട്ട ആളാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളോട് തന്നെ നമ്മൾ ഉറപ്പിച്ചു കൊടുക്കുക, എനിക്ക് ഇതിൽ നിന്നും മോചനം ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് നമ്മൾ നമ്മൾക്ക് കൊടുക്കുകയാണ്. അത്തരം വ്യക്തികൾക്കും പ്രതിരോധ ശേഷി ഉണ്ടാവില്ല. പിന്നെ ലക്ഷ്യമില്ലായ്മ. ജീവിതത്തിൽ ഒരു ലക്ഷ്യവും ഇല്ലാത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ തോന്നിയ പോലെ നടക്കുന്ന ആൾക്കാരാണ്. അതായത് അവർക്ക് എങ്ങനെ ഏത് ദിശയിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകണം എന്നൊരു അറിവുണ്ടാവില്ല. ലക്ഷ്യവും പർപ്പസും ഒന്നും ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും അതേ പ്രതിരോധ ശേഷി അവരുടെ പ്രതിരോധ ശേഷിയും തടയപ്പെടും. പിന്നെ ബാഹ്യശക്തികളെ ആശ്രയിക്കുക. ചില ആളുകളുണ്ട് എല്ലാറ്റിനും എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുക. അത്തരം ആളുകൾക്ക് സ്വയം പ്രതിരോധ ശേഷി ഉണ്ടാവില്ല. അവരെപ്പോഴും എന്ത് ചെയ്യും? മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ടിരിക്കും. എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അവർക്കൊരാളുടെ സഹായം വേണ്ടി. അങ്ങനെയൊന്നുള്ള വ്യക്തികൾക്ക് ഒരിക്കലും സ്വയം പ്രതിരോധ ശേഷി ഉണ്ടാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രതിരോധ ശേഷി ഉണ്ടാവണമെങ്കിലും എന്ത് വേണം? നമ്മൾ വെല്ലുവിളിയിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ നമ്മളിലൂടെ കടത്തിവിടണം. അപ്പോഴാണ് പ്രതിരോധ ശേഷി ഉണ്ടാവുക. പിന്നെ പരാജയ ഭയം. ഓൾറെഡി പരാജയപ്പെടും എന്നുള്ള ഭയം ഉള്ള വ്യക്തികൾക്ക് ഒരിക്കലും വെല്ലുവിളിയെ തടയാൻ സാധിക്കില്ല. ജോലി നഷ്ടപ്പെടുമോ, പരാജയപ്പെടുമോ എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും പ്രതിരോധശേഷി ഉണ്ടാവില്ല. അവരെന്താന്ന് വെച്ചാല് ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അവരാദ്യം അവരെ തന്നെ കുറ്റപ്പെടുത്തും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ അവസ്ഥ എപ്പോഴും ഇങ്ങനെയാണ്, എനിക്ക് ഭാഗ്യമില്ല എന്നൊക്കെ പറയും. എന്നാൽ അവർ സ്വയം ഉള്ളിലേക്കൊന്ന് കടന്നു ചെന്ന് സ്വയം ഒന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് ഇതിനുള്ള ആൻസർ കിട്ടും. പക്ഷെ അതിന് അവർ തയ്യാറാവില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രതിരോധ ശേഷിയെ തടയുന്നത്. ഒന്നുകൂടി പറയാം: വൈകാരികമായ അമിതഭാരം, നെഗറ്റീവ് സംസാരം, ലക്ഷ്യമില്ലായ്മ, എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരെ, പരാജയ ഭയം എന്നിവ ഉള്ളവർക്ക് പ്രതിരോധ ശേഷി കുറയും. അപ്പൊ നമ്മൾ പ്രതിരോധ ശേഷി തടയുന്ന ഈ കാര്യങ്ങൾ ഒഴിവാക്കുകയാണ് ജീവിതത്തിൽ വേണ്ടത്. ഇനി പ്രതിരോധ ശേഷി എങ്ങനെ നേടിയെടുക്കാം? ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. പ്രതിരോധ ശേഷി എന്നിട്ട് എടുത്തിട്ട് ജീവിതത്തെ വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കണം. ഒന്നാമത്തെ സ്വയം അവബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കോഴ്സിൽ തന്നെ പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നത് സെൽഫ് അവയർനെസ് ആണ്, സ്വയം അവബോധമാണ്. നമ്മളെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവും. നമ്മൾ ഏതുവരെ പോകും, നമ്മൾ എപ്പോഴൊക്കെയാണ് ദേഷ്യപ്പെടുക, ഏതൊക്കെ ട്രിഗറുകളാണ് നമ്മളെ വൈകാരികമായിട്ട് ഉയർത്തുന്നത്, താഴ്ത്തുന്നത് എന്നൊക്കെയുള്ള നമ്മളെക്കുറിച്ചുള്ള അറിവ്. ഞാൻ എന്താ ചിന്തിക്കുന്നത്, എൻ്റെ മെയിൻ ഇമോഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള നമ്മളെക്കുറിച്ചുള്ള അവബോധമാണ് സ്വയം അവബോധം. അത് നമ്മുടെ ഈ സ്വയം അവബോധമുള്ള ആളുകൾക്ക് നമ്മുടെ പ്രേരക ശക്തികളെ തിരിച്ചറിയാൻ കഴിയും. അത് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് ജേർണലിംഗ് ഒക്കെ എഴുതാം. ജേർണൽ എഴുതുന്ന സമയത്ത്
നമ്മൾ നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഒക്കെ എഴുതി വെച്ചാൽ നമുക്ക് നമ്മെക്കുറിച്ചുള്ളൊരു അവബോധം ശരിക്ക് കിട്ടും. പിന്നെ നമ്മൾ വൈകാരികമായിട്ട് പരിശോധിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ നമുക്ക് എപ്പോഴാണ് ദേഷ്യപ്പെടുന്നത്, എന്ത് ട്രിഗർ ഉണ്ടാവുമ്പോഴാണ് ദേഷ്യപ്പെടുന്നത് എന്നതൊക്കെ പരിശോധിക്കുന്നതും ഈ സ്വയം അവബോധത്തിൽ വരുന്നതാണ്. ഇതെല്ലാം നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ ആഴത്തിലുള്ള ശ്വസനം നമുക്കൊക്കെ അറിയാവുന്നതാണ്. വല്ലാത്ത ഒരു പ്രയാസത്തിൽ ടെൻഷനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഡീപ്പായിട്ടൊരു 5-6 പ്രാവശ്യം ശ്വസിച്ചാൽ തന്നെ നമുക്കൊരു ആശ്വാസം കിട്ടും. അതുപോലെ മെഡിറ്റേഷൻ, EFT, ഇമോഷണൽ ഫ്രീഡം ടാപ്പിംഗ്, അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രതിരോധ ശേഷി കിട്ടും. EFT എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമോഷൻസിനെ ടാപ്പ് ചെയ്ത് കളയാൻ. അങ്ങനെ വരുമ്പോഴും പ്രതിരോധ ശേഷി കിട്ടും. പിന്നെ കൂടാതെ എല്ലാറ്റിനും നമ്മൾ പ്രതികരിക്കാതിരിക്കുക. അതായത് ചില ആളുകളുണ്ട്, എവിടെ എന്ത് കേട്ടാലും അതിനൊക്കെ അവരുടേതായ വക ഒരു പരിഹാരം പറയലും ഒരു പ്രതികരണം ഉണ്ടാവും. നമുക്ക് അത്യാവശ്യമുള്ള, നമ്മൾ പ്രതികരിച്ചേ മതിയാവൂ എന്നുള്ള ഘട്ടങ്ങളിൽ മാത്രം പ്രതികരിക്കാൻ വേണ്ടി നമ്മൾ ശീലിക്കുക. ഇങ്ങനെ എല്ലാറ്റിനും പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ പ്രതിരോധ ശേഷി തടയപ്പെടും. അപ്പോൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇനിയും കുറെ കാര്യമുണ്ട്. ഉദ്ദേശവും അർത്ഥവും, അതായത് ജീവിതത്തിനൊരു ലക്ഷ്യം വേണം, അർത്ഥവും വേണം. അങ്ങനെയുള്ളവർക്ക് പ്രതിരോധ ശേഷി കൂടുതലായിരിക്കും. പിന്നെ വളർച്ചാ മനോഭാവം, അതായത് 2 തരം മനോഭാവത്തിലുള്ള വ്യക്തികളുണ്ട്. ഒന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റും മറ്റൊന്ന് ഫിക്സഡ് മൈൻഡ് സെറ്റും. ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തികൾ എന്ത് സംഗതികൾ ഉണ്ടായാലും അതിൽ എന്താണ് അവസരം എന്നാണ് ചിന്തിക്കുക. ഒരു വെല്ലുവിളി ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ഈ വെല്ലുവിളി ഉണ്ടായി, ഇതിൽ നിന്ന് ഞാൻ എന്ത് പഠിക്കും എന്നുള്ളതാണ് അവർ ചിന്തിക്കുക. എപ്പോഴും കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണാനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. എന്നാൽ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തികളെ എല്ലാം ഇപ്പൊ ഉള്ള പോലെ തന്നെ ഉള്ളൂ, എന്നെ മാറ്റാൻ പറ്റില്ല, ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ, അങ്ങനെ പറയുന്ന വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഇത്രയൊക്കെ ആയില്ലേ, ഇനി ഇന്നൊന്നും മാറ്റാൻ പറ്റൂല, ഇപ്പൊ ഇതുവരെ എങ്ങനെ ഓടി അതേപോലാണ്ട് ഓടട്ടെ എന്ന് പറയുന്നത് ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. എന്നാൽ വളർച്ചാ മനോഭാവം ഉള്ളവരെന്താണ്? തനിക്ക്, അതായത് സ്വയത്തിന് അവനവന്റെ സ്വഭാവവും ബുദ്ധിയും ഒക്കെ പരിശീലനത്തിലൂടെ വളർത്തിയെടുക്കാം എന്ന് വിശ്വസിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് വളർച്ചാ മനോഭാവം. ഈ മനോഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷി വളരെ കൂടുതലായിരിക്കും. കാരണം ഒരു വെല്ലുവിളി ഉണ്ടെങ്കിൽ അവർ ആദ്യം ചിന്തിക്കുക എന്താണ്? ഇതിൽ നിന്ന് എന്ത് പാഠാണ് ഞാൻ പഠിക്കേണ്ടത്, ഇതിൽ നിന്ന് മോചനം നേടാൻ എന്ത് പരിഹാരമാണ് ഞാൻ ചെയ്യേണ്ടത് എന്നാണ് അവർ ചിന്തിക്കുക. അവർ തളരല്ല ചെയ്യുക. മറ്റേ വിഭാഗക്കാര് ഇതെന്റെ വിധിയാണെന്ന് പറഞ്ഞ് തളർന്ന് കിടക്കും. ഇനി പിന്തുണാ സംവിധാനങ്ങൾ, അതുപോലെ സ്വയം പ്രോത്സാഹനമൊക്കെ നടത്തുക. ഇനി നമ്മൾ വലിയ വെല്ലുവിളി ഉണ്ടായി, നമുക്ക് ഒട്ടും അത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, അത്രയും വലിയ ആഘാതമാണ് നമുക്കുണ്ടായത് എങ്കിൽ നമുക്കൊരു പിന്തുണാ സംവിധാനത്തെ സമീപിക്കാം. അതായത് ഒരു കൗൺസിലറെയോ അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള ഒരാളെ, നമ്മൾക്ക് കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയെയോ സമീപിക്കാം. സ്വയം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. നമുക്ക് തന്നെ നമ്മളെ പ്രോത്സാഹിപ്പിക്കാം, കുഴപ്പമില്ല. അതായത് ഇപ്പൊ നമ്മൾ സാധാരണ ചെയ്യാറുള്ള എന്താണ്? നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും, പോട്ടെ അത് സാരമില്ല, അതൊക്കെ ശരിയാവും, അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കും. അതേപോലെ നമ്മൾ നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കുക, സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യും. പിന്നെ മിറർ വർക്ക് ചെയ്യുക, അതായത് കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് നോക്കിയിട്ട് നമ്മളെ കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. നമ്മൾ അത്രയും പവർഫുൾ ആണ്, നമ്മൾ പിന്നെ ഹാർഡ് വർക്കിംഗ് ആണ്, എന്തൊക്കെയാണോ നല്ല ഗുണങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് പറയാനുള്ളത് അതൊക്കെ പറയാം. അങ്ങനെ പറയുമ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരു സെൽഫ് എസ്റ്റീം കൂടും. എനിക്ക് ഇത്രയൊക്കെ കഴിയും എന്നുള്ളൊരു സെൽഫ് എസ്റ്റീം കൂടുകയും നമ്മുടെ പ്രതിരോധ ശേഷി കൂടുകയും ചെയ്യും. പിന്നെ നെഗറ്റീവ് ചിന്ത എന്ന് പറയുന്നത് പ്രതിരോധ ശേഷിയെ കുറക്കുന്ന സാധനമാണ്. എന്നാൽ ഇത് സ്വാഭാവികമാണ്. ചില ആളുകളുണ്ട്, അയ്യോ എനിക്ക് നെഗറ്റീവ് ചിന്ത വരുന്നത്. നെഗറ്റീവ് ചിന്ത വരാത്തവരാരും ഉണ്ടാവില്ല. നെഗറ്റീവ് ചിന്തയും പോസിറ്റീവ് ചിന്തയും ഒക്കെ നല്ല തന്നെയാണ്, നമ്മളിലേക്ക് വരുന്നതൊക്കെ നല്ല തന്നെയാണ്. പക്ഷെ അത് കൂടുതലായ, നെഗറ്റീവ് ചിന്ത കൂടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് തിരിച്ചടിയായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒഴിവാക്കാൻ ഒരിക്കലും പറ്റില്ല. ഈ ഫിസിക്സിൽ ഊർജ്ജ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞിട്ട് ഒരു നിയമമുണ്ട്, നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിപ്പിക്കുന്നതാണ്. അത് ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല, ഒരു തരത്തിലുള്ള ഊർജത്തെ മറ്റൊരു തരത്തിലുള്ള ഊർജമാക്കി മാറ്റാനേ സാധിക്കുള്ളൂ എന്നാണ് ആ നിയമം. ഇത് നമ്മുടെ ചിന്തകളും നമ്മളും എല്ലാം ഊർജമാണ്.
അപ്പൊ ആർക്കും ആരെയും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് നെഗറ്റീവ് ചിന്ത ഉണ്ട്, ആ നെഗറ്റീവ് ചിന്തനെ എടുത്ത് ഒഴിവാക്കണം എന്ന് ആര് വിചാരിച്ചാലും ആർക്കും നടക്കില്ല. അപ്പൊ അതിന് പകരം എന്ത് ചെയ്യും? നമ്മൾ മറ്റൊന്നിനെ മാറ്റി സ്ഥാപിക്കുകയാണ് ചെയ്യേണ്ടത്. അത് വരുന്നു എന്ന് കരുതിയിട്ട് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട, അതന്നെ ഒരു പിന്നെ പ്രശ്നമാവും. അത് വന്നോട്ടെ, അതൊക്കെ സ്വാഭാവികമാണ്. വരുമ്പോൾ അത് വളരെ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവ് അഫർമേഷൻ കൊടുത്തിട്ട് അതിനെ മാറ്റി സ്ഥാപിക്കുക. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ അപ്പോഴത്തെ ശ്രദ്ധയെ എന്തെങ്കിലും ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് മാറ്റുക. അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കാവുന്ന എളുപ്പത്തിലുള്ള ടെക്നിക്കാണ് 4-5-3-2-1 ടെക്നിക്ക്. സോറി, 5-4-3-2-1 ടെക്നിക്ക്. അതായത് 5 എന്ന് പറഞ്ഞാൽ 5 വസ്തുക്കളെ കാണാം. അപ്പൊ ഞാനൊരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അപ്പൊ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ, നമുക്ക് ചിലപ്പോൾ ഒരു കാര്യമില്ലാത്ത ടെൻഷൻ ഒരുവിധം എല്ലാവർക്കും വരാറുണ്ട്. ചില സമയത്ത്, എപ്പോഴും അല്ല, എപ്പോഴും അങ്ങനെ വരുന്നതേ ഉള്ളൂ പ്രശ്നം. ഇടയ്ക്കൊക്കെ ടെൻഷൻ വരാം, അതൊക്കെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. അങ്ങനെ ടെൻഷൻ വന്നു എന്ന് വിചാരിക്കൂ. അപ്പൊ ഞാൻ ആ ടെൻഷനിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി എന്ത് ചെയ്യാ, എനിക്ക് എൻ്റെ ഈ റൂമിലുള്ള 5 വസ്തുക്കളെ ഇങ്ങനെ നോക്കിയിട്ട് 5 വസ്തുക്കളെ ഞാൻ കാണും. അപ്പൊ എന്റെ ശ്രദ്ധ അതിലേക്ക് പോയല്ലോ. പിന്നെ 4 വസ്തുക്കളെ തൊടുക. 4 വ്യത്യസ്ത വസ്തുക്കൾ നമുക്ക് അടുത്തിരിക്കണ്ട, അതിനെ തൊടുക. 3 ശബ്ദം കേൾക്കുക, അതായത് അടുത്തുനിന്നുള്ള ശബ്ദം, ദൂരെ നിന്നുള്ള ശബ്ദം, പിന്നെ വേറെ ഇപ്പൊ കേട്ടതല്ലാതെ വ്യത്യസ്തമായ ഒരു ശബ്ദം. ഇപ്പോൾ റൂമിൽ ഫാൻ ഉണ്ടെങ്കിൽ ഫാനിന്റെ ശബ്ദം, വേറെ ഏതെങ്കിലും മഴ പെയ്യുണ്ടെങ്കിൽ മഴയുടെ ശബ്ദം, അതല്ലെങ്കിൽ വേറെ താഴേന്ന് അടുക്കളയിൽ നിന്ന് വല്ല ശബ്ദം കേൾക്കുക. അങ്ങനെ 3 വ്യത്യസ്ത ശബ്ദം കേൾക്കുക. പിന്നെ 2 മണം അറിയുക, 1 രുചി അറിയുക. ഈ ടെക്നിക്കിനാണ് 5-4-3-2-1 ടെക്നിക്ക് എന്ന് പറയുന്നത്. ഈ ടെക്നിക്ക് ഉപയോഗിക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ശ്രദ്ധ അങ്ങ് മാറിയിട്ട് നെഗറ്റീവിൽ നിന്ന് അങ്ങോട്ട് മാറി പോകുന്നുള്ളതാണ്. അതല്ലാതെ ഒരിക്കലും ഈ നെഗറ്റീവ് ചിന്ത വരുമ്പോൾ നമ്മളെ തന്നെ നമ്മൾ ഒരിക്കലും എന്താ പറയുക, കുറ്റപ്പെടുത്തരുത്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ചിന്തകൾ എഴുതി വെക്കുക. ഈ നെഗറ്റീവ് ചിന്ത വരുമ്പോൾ നമുക്ക് ആ ചിന്തകൾ എഴുതി വെക്കാൻ പറ്റും. ഇപ്പൊ എന്നിലൂടെ കടന്നുപോയ നെഗറ്റീവ് ചിന്ത എന്തൊക്കെയാണ്, അപ്പൊ ഒന്ന് ഒരു ബുക്ക് എടുത്തിട്ട് എഴുതി വെക്കും. അപ്പൊ നമുക്ക് എന്തിനു കഴിയും, നമ്മളെ ചിന്തയെ കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാക്കാൻ സാധിക്കും. സെൽഫ് അവയർനെസ് ഉണ്ടാക്കാൻ സാധിക്കും. സെൽഫ് അവയർനെസ് ഉണ്ടാവുമ്പോൾ പ്രതിരോധശേഷി കൂടും. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് റൈറ്റിംഗ് എല്ലാവർക്കും അറിയുന്നതാണ്. നന്ദി പറയലും നന്ദി എഴുതലും ഒക്കെ എല്ലാം കൊണ്ട് നമുക്ക് ഉപകാരപ്രദമാണ്. ഒന്നാമത് നന്ദി എഴുതുമ്പോൾ നമുക്ക് പോരായ്മകളെ കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടൂല. പോരായ്മകളെ കുറിച്ചുള്ള ചിന്ത കുറയും, നമ്മുടെ വൈബ്രേഷൻ കൂടും. അതോടൊപ്പം കൂടുതൽ നന്ദിയുള്ള അവസരങ്ങൾ നമ്മളിലേക്ക് ഉണ്ടാവാൻ അത് സഹായിക്കുന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ സപ്പോർട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സമൂഹത്തിൽ നിന്നൊരു സപ്പോർട്ട് വാങ്ങാൻ, ആളുകളുടെ സഹായം ആ, സ്വീകരിച്ചിട്ട് നമ്മുടെ പ്രതിരോധശേഷി കൂട്ടാൻ സാധിക്കും. പിന്നെ സെൽഫ് കെയർ. നമുക്കൊക്കെ അറിയാം, ശരീരവും മനസ്സെന്ന് പറയുന്നത് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതായത് മുലയൂട്ടുന്ന അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം പോലെയാണ് ശരീരവും മനസ്സും. അമ്മ ഒന്ന് ഇളകിയാൽ കുഞ്ഞറിയും, കുഞ്ഞൊന്ന് ഇളകിയാൽ അമ്മയറിയും. അതേപോലെയാണ് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഒന്ന് ചെറിയ കുഴപ്പം വന്നാൽ അത് മനസ്സിനെ ബാധിക്കും. നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും, നിങ്ങളുടെ ശരീരത്തിലെ എന്തെങ്കിലും അസുഖം, പനിയോ അല്ലെങ്കിൽ ഒന്ന് വീണ് എവിടെയെങ്കിലും മുറിവാവുകയോ പൊട്ടുകയൊക്കെ ചെയ്താൽ അത് മനസ്സിനെയും കൂടെ ബാധിക്കുന്നത് നമുക്കൊക്കെ പരിചയമുള്ളതാണ്. ഇനി മനസ്സിലൊരു ആഘാതം ഏറ്റാൽ അത് ശരീരത്തെയും ബാധിക്കും. നമ്മൾ തളർന്നു പോകും, എണീറ്റ് നിൽക്കാൻ പോലും പറ്റില്ല, അത്രയും വലിയ ആഘാതമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ. അതൊക്കെ നമുക്ക് അറിയണതാണ് അല്ലെ. അപ്പോൾ ഈ മനസ്സിനെ സംരക്ഷിക്കണമെങ്കിൽ, മനസ്സിൽ പ്രതിരോധ ശേഷി ഉണ്ടാവണമെങ്കിൽ നമ്മൾ ശരീരത്തെ സംരക്ഷിച്ചിട്ടും നമുക്ക് പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ പറ്റും. ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ കാര്യം. വില കൂടിയ ഭക്ഷണമല്ല, നമുക്ക് പോഷകങ്ങൾ കിട്ടുന്ന തരത്തിലുള്ള ഭക്ഷണം കഴിക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്നത് ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്നത് എക്സസൈസ് ചെയ്യാൻ. എക്സസൈസ് ചെയ്യാന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് തടി കുറക്കാനാണ് എന്നൊക്കെയാണ്. അങ്ങനെയല്ല. എക്സസൈസ് എന്ന് പറയുന്നത് വെറും ഒരു മൂവ്മെന്റ് അല്ല, ഒരു ചലനം മാത്രമല്ല. നമ്മുടെ സമ്മർദ്ദത്തെ കുറക്കാനുള്ള ഹോർമോൺസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ എക്സസൈസിലൂടെ, ശരീരം ചലിക്കുമ്പോൾ. നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ മതി. നിങ്ങൾക്ക് വല്ലാതൊരു മൂഡ് ഓഫ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചു നേരം ഇരുന്നൊന്ന് ചാടി നോക്കും, അതല്ലെങ്കിൽ ഒരു പാട്ടിട്ടോട് ഡാൻസ് കളിച്ചു നോക്കും. അപ്പോഴൊക്കെ നമുക്ക് ആ മൂഡ് ഓഫ് പോകും. അപ്പോൾ എക്സസൈസ് ചെയ്യുക, ഉറങ്ങുക, മെഡിറ്റേഷൻ ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, വേണ്ടത്ര വെള്ളം കുടിക്കുക, ഇതൊക്കെ നമ്മുടെ ശരീരത്തിനെ, സെൽഫിനെ കെയർ ചെയ്യുന്നതാണ്. അതൊക്കെ നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടുന്നതാണ്. പിന്നെ സ്വയം അച്ചടക്കം.
ജീവിതത്തിൽ ഒരു അച്ചടക്കം ഇല്ലാത്ത ആളുകൾക്ക് പ്രതിരോധശേഷി ഉണ്ടാവില്ല. അതായത് കൃത്യമായിട്ടൊരു നമ്മൾ ഏത് റൂട്ടിലാണ് പോകേണ്ടത് ആ റൂട്ടിൽ തന്നെ പോവുക. ഒരു അച്ചടക്കവും ഇല്ലാതെ തോന്നിയ പോലെ ജീവിക്കുന്നവർക്ക് പ്രതിരോധശേഷിയും കുറവായിരിക്കും. പിന്നെ ഈ പ്രതിരോധശേഷി കൂട്ടാൻ ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞതാണ്, നമ്മൾ വെല്ലുവിളികളെ നേരിടുക എന്നുള്ളതാണ്. നമ്മളിപ്പോ ഒരു നല്ലൊരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കൂ. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു തടസ്സം വരും. ആ സ്വഭാവം നമുക്ക് പ്രാവർത്തികമാക്കാൻ നമ്മുടെ മനസ്സ് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മളെ സമ്മതിക്കില്ലേ. കാരണം എന്താ വെച്ചാൽ ബ്രെയിനിന്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യാൻ. ബ്രെയിനിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ആ, സുഖമായിട്ടിരിക്കുന്നത്, കംഫർട്ട് സോണിൽ ഇരിക്കുന്നതാണ് ബ്രെയിനിന് ഇഷ്ടം. നമുക്ക് ജീവിതത്തിൽ എന്താണ് മെച്ചമെന്നൊന്നും ബ്രെയിനിന് അറിയില്ല. നമ്മൾ സുഖമായിട്ടിരിക്കുക എന്നുള്ളതാണ് ബ്രെയിനിന്റെ ഉദ്ദേശം. അപ്പൊ നമ്മളൊരു പുതിയൊരു ദിനചര്യ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഒന്നുകിൽ എക്സസൈസ്, അല്ലെങ്കിൽ ഡയറ്റിങ്, അല്ലെങ്കിൽ നേരത്തെ എണീക്കൽ, ഇത് എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ അമിഗ്ഡാല എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് സ്ട്രെസ് തരുന്ന തരത്തിലുള്ള ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു തടസ്സം വരും. അത് കാരണമാണ് മിക്ക ആളുകളും ഇത് ചെയ്യാത്തത്. എല്ലാവർക്കും അറിയാം, ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, എക്സസൈസ് നല്ലതാണ്, അതുപോലെ നേരത്തെ എണീക്കുന്നത് നല്ലതാണ്, മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതാരും ചെയ്യാത്തതിന് കാരണം എന്താണ്? നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു തടസ്സം വരുന്നുണ്ട്. ആ തടസ്സത്തെ നീക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തുടർച്ചയായിട്ട് ചെയ്യാന്നുള്ളതാണ്. തുടർച്ചയായിട്ട് നമ്മളത് തടസ്സം ഉണ്ടെങ്കിലും തുടർച്ചയായിട്ട് നമ്മളത് ചെയ്താൽ ബ്രെയിനിന് മനസ്സിലാവും ഇത് നമ്മുടെ ഹാബിറ്റാന്നുള്ളത്. ഏതുപോലെന്ന് വെച്ചാല് നമ്മള് കുറുക്ക് വഴി കൂടെ ബസ് സ്റ്റോപ്പിക്കൊക്കെ പോവില്ലേ, ജോലിക്കൊക്കെ പോണവര് പെട്ടെന്ന് എത്താൻ വേണ്ടി. അപ്പൊ ആ സമയത്ത് നമ്മൾ നടക്കാൻ തുടങ്ങുമ്പോൾ അവിടെ നല്ല പുല്ലുണ്ടാവും, നടക്കാൻ നല്ല പ്രയാസമാണ്. കുറെ ദിവസം നടക്കുമ്പോൾ അതൊരു നടപ്പാതെയാവും. അതുപോലെയാണ് ബ്രെയിനിലെ ന്യൂറൽ പാത്വേ ക്ലിയർ ആവും നമ്മൾ കുറെ ദിവസം ഒരേ റുട്ടീൻ ചെയ്തു കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറും. പല്ല് തേക്കണ എത്ര ഈസിയാണോ അതേപോലെ ഈസി ആയിരിക്കും നമുക്ക് എക്സസൈസ് ചെയ്യലും മെഡിറ്റേഷൻ ചെയ്യലും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ശരീരത്തെ വെല്ലുവിളിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ചെയ്ത് വിജയിക്കുന്ന ആളുകൾക്കും എന്തുണ്ട്? പ്രതിരോധശേഷി കൂടുതലായിരിക്കും. പ്രതിരോധശേഷി ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇതെല്ലാം ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ സ്വീകരിക്കാവുന്ന മറ്റൊരു മെത്തേഡാണ് സ്റ്റെപ്പ് മോഡൽ എന്ന് പറഞ്ഞത്. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ, അതിലെ എസ് സിറ്റുവേഷൻ, അവസരം, ടി തോട്ട്, ഇ എന്ന് പറഞ്ഞ ഇമോഷനാണ്, പി എന്ന് പറഞ്ഞ പ്ലാൻ, പദ്ധതിയാണ്. അപ്പോ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ, തോട്ട്, ഇമോഷൻ, പ്ലാൻ. ഇത് CBT എന്ന് പറഞ്ഞ ഒരു കൗൺസിലിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഒരു മെത്തേഡാണ് CBT. ആ CBTയിലെ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നാണ് പറയാം. അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ സ്റ്റെപ്പ് മോഡൽ. ഈ സ്റ്റെപ്പ് മോഡൽ എന്താന്ന് പറഞ്ഞ ഈ വ്യക്തികൾക്ക് അവരുടെ സാഹചര്യങ്ങൾ, ചിന്തകൾ, വികാരങ്ങൾ, പ്രതികരണങ്ങൾ എന്നിവ മനസ്സിലാക്കാനും മാനേജ് ചെയ്യാനും സഹായിക്കുന്ന ഒന്നാണിത്. ഉദാഹരണമായിട്ട് ഇപ്പോ നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ബോസ് ഒരു മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിംഗിൽ വെച്ച് നിങ്ങളെ ബോസ് കുറെ ഹരാസ് ചെയ്തു, കുറെ വഴക്ക് പറഞ്ഞു. അപ്പോൾ അവിടെ സിറ്റുവേഷൻ എന്താണ്? ബോസ് വഴക്ക് പറഞ്ഞു എന്നുള്ളതാണ് സിറ്റുവേഷൻ. തോട്ട് എന്താണ്? അപ്പൊ നിങ്ങൾ എന്തായിരിക്കും തോട്ട്? നിങ്ങൾക്ക് വളരെ നാണക്കേട് വന്നു അല്ലെ, മറ്റുള്ളവരെ മുന്നിൽ വെച്ച് നമ്മളെ വഴക്ക് പറയുമ്പോ ദേഷ്യവും നമ്മുടെ നാണക്കേട് തോന്നി നമുക്ക്. അപ്പൊ ഇമോഷൻ വരുന്നത് ദേഷ്യമാണ്. ദേഷ്യം, സങ്കടം ഒക്കെ വരും ഇമോഷൻ അല്ലെ. പ്ലാൻ എന്താണ്? പദ്ധതി തയ്യാറാക്കണം നമ്മൾ. എനിക്കിതൊക്കെ വന്നു, ഇനി ഞാൻ എനിക്ക് അനുകൂലമായിട്ട് എന്ത് പദ്ധതിയാണ് തയ്യാറാക്കുക എന്നതാണ് പ്ലാൻ. അപ്പൊ നമുക്ക് അങ്ങനെ അപ്പൊ ചെയ്യാൻ പറ്റുന്ന ഒരു പദ്ധതി എന്തായിരിക്കും നമുക്ക് അനുകൂലമാക്കിയിട്ടുള്ളത്? അതായത് നമുക്ക് ആ അവസരം അവസരം അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ചിന്ത നമുക്ക് മാറ്റാം. നമ്മൾ ചിന്തിച്ച എന്താണ്? ബോസിന് അല്ലെങ്കിലും എന്നോട് ഇഷ്ടമില്ല, പിന്നെ എന്നെ വെറുപ്പാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കും. അപ്പൊ നമ്മൾ അതിന് പകരം ബോസ് എന്നെ അല്ല പറഞ്ഞത്, എൻ്റെ വർക്കിനെയാണ് പറഞ്ഞത്. ബോസിന് ഞാൻ എന്ന വ്യക്തിയെ അത്ര അറിയില്ലല്ലോ, നമുക്കല്ല നമ്മൾ അറിയുള്ളൂ. പിന്നെ ബോസിനൊന്നും ഒരിക്കലും നമ്മൾ അത്ര അറിയില്ല. അതുകൊണ്ട് ബോസ് എന്തിനെ കുറ്റപ്പെടുത്തിയത്? എൻ്റെ വർക്കിനെയാണ് കുറ്റപ്പെടുത്തിയെന്ന് മാറ്റുക. അതായത് വ്യക്തിപരമായി എടുക്കാതിരിക്കുക. നമ്മളുടെയൊക്കെ ഒരു സ്വഭാവം അതാണ് അല്ലെ. എനിക്കും ഉണ്ടാ സ്വഭാവം കേട്ടോ. ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ നമ്മൾ വ്യക്തിപരമായിട്ട് എടുക്കും. ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഒരു സ്വഭാവം, ഇഷ്ടമില്ലാത്ത സ്വഭാവം കണ്ടിട്ടാണ് അവർ പറയുന്നത്.
അപ്പോൾ പെട്ടെന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, വ്യക്തിപരമായി എടുക്കും. എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തുന്നൊക്കെയാണ് വിചാരിക്കും. അങ്ങനെ വ്യക്തിപരമായി എടുക്കാതെ എൻ്റെ ആ ജോലി അവർക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്ത ആ പ്രവൃത്തി അവർക്ക് ഇഷ്ടമല്ല എന്നുള്ള രൂപത്തിലേക്ക് മാറ്റുക പ്ലാൻ ചെയ്യുമ്പോൾ. ഇനി ഇമോഷൻ ഇമോഷൻ സങ്കടവും ലജ്ജയൊക്കെ അല്ലേ തോന്നിയത്. അപ്പൊ നമുക്ക് അതിനെ മാറ്റാം, പല രൂപത്തിൽ മാറ്റാം. നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ആ ഇമോഷനെ നമുക്ക് മാറ്റാം. അതായത് ലജ്ജിക്കേണ്ട ആവശ്യമില്ല, തെറ്റൊക്കെ എല്ലാവർക്കും വരുന്നതാണ്, അത് ബോസുമായിട്ടൊന്ന് സംസാരിച്ച് ശരിയാക്കാവുന്നതേ ഉള്ളൂ എന്നുള്ള രൂപത്തിൽ നമുക്ക് പ്ലാന് മാറ്റി എഴുതാം. അപ്പൊ നമുക്കുണ്ടാവുന്ന ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെയൊക്കെ നമ്മൾ ഒരു പ്ലാൻ വെച്ചിട്ട് മാറ്റി എഴുതുന്നതാണ് സ്റ്റെപ്പ് മോഡൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിക്കാൻ സഹായിക്കും. ഇത് നമ്മുടെ നിത്യജീവിതത്തിലൊക്കെ വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഈ സ്റ്റെപ്പ് മോഡലിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ചിന്തകളും വികാരങ്ങളും ക്രമീകരിക്കാൻ പറ്റും. അപ്പൊ നോക്കൂ, പെട്ടെന്ന് വരുന്ന ചിന്തയിൽ തന്നെ ഇരുന്ന് നീറിയിരിക്കുകയല്ല നമ്മൾ ചെയ്തത്. നമ്മൾ ചിന്തകളെയും വികാരങ്ങളെയും ക്രമീകരിച്ചു അല്ലെ ആ പ്ലാൻ ചെയ്തപ്പോ. യുക്തിസഹജമായ പ്രതികരണങ്ങൾ വികസിപ്പിക്കാൻ സഹായിക്കുന്നു. നമ്മുടെ തന്നെ സ്വയം അവബോധം വർദ്ധിപ്പിക്കുന്നു. നമുക്ക് ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമുക്ക് ഘട്ടം ഘട്ടമായി ഈ സ്റ്റെപ്പ് മോഡലിലൂടെ അപഗ്രഥിച്ചിട്ട് ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ ഈ ഒരു മോഡലിൽ ഒന്ന് പരിഹരിച്ചു നോക്കൂ. ആദ്യം നിങ്ങളുടെ അവസരം എന്താണ്, നിങ്ങൾക്ക് ആ പ്രശ്നം ഉണ്ടായ അവസരം എന്താണ്, അപ്പൊ നിങ്ങൾക്ക് തോന്നിയ ചിന്ത എന്താണ്, അപ്പൊ നിങ്ങൾക്ക് ഉണ്ടായ ഇമോഷൻ എന്താണെന്ന് ആദ്യം തിരിച്ചറിയാം. എന്നിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യാൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട്. അപ്പം നമ്മൾ നെഗറ്റീവായിട്ട് അതിനെ ചിന്തിച്ച് നമുക്ക് തന്നെ വിഷമം ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് ഉപകാരപ്രദമാവുന്ന രൂപത്തിൽ ഞാൻ എങ്ങനെ ഇതിനെ മാറ്റിയെടുക്കും എന്നുള്ളത് ചിന്തിച്ചിട്ടൊരു പ്ലാൻ ഉണ്ടാകും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കുറേ പ്രശ്നങ്ങളെ അപ്പം തന്നെ സോൾവ് ആവുന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഇതൊക്കെ നമ്മൾ പറയുന്ന പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളാണ്. പോസിറ്റീവ് ചിന്തകൾ വളർത്തുക. നേരത്തെ പറഞ്ഞു നെഗറ്റീവ് ചിന്തകൾ നമ്മളെ തളർത്തും, പ്രതിരോധശേഷി കുറക്കുന്നു. അതിന് നേരെ ഓപ്പോസിറ്റ് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എന്തുണ്ടാവുമ്പോഴും അത് എന്നെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, അല്ലെങ്കിൽ അത് അവർക്ക് മാനസികമായിട്ട് ഇപ്പൊ നമ്മൾ ആരെങ്കിലും കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി അവർക്ക് എന്തോ മാനസികമായിട്ട് പ്രയാസമുണ്ട്, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞതെന്ന് ആലോചിക്കുക. അതൊക്കെയാണ് പോസിറ്റീവ് ചിന്ത എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ദയോടെ പെരുമാറുകയും ചെയ്യാം. അത് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല അല്ലെ. നിങ്ങൾ ചെയ്യാറുണ്ടെന്ന് ആലോചിച്ച് നോക്കിയാൽ. ചെയ്യാറില്ലെങ്കിൽ ചെയ്യുക. അതായത് നമ്മളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നാൽ നമ്മൾ നമ്മളെ വല്ലാതെ കുറ്റപ്പെടുത്തും. അല്ലെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഞാൻ ചെയ്താൽ ശരിയാവില്ല, എനിക്കൊരു കഴിവില്ല. ചില ആളുകളൊക്കെ പറയാറുണ്ട് ഞാനൊരു പൊട്ടത്തിയാണ്, അങ്ങനെയൊക്കെ പറയും. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ നമ്മൾ വിക്റ്റിമാക്കുകയാണ്. അതിന് പകരം നമ്മുടെ ഫ്രണ്ടിനാണ് ഒരു തെറ്റ് പറ്റിയതെങ്കിൽ, നമ്മുടെ ക്ലോസ് ഫ്രണ്ടിന് ഒരു തെറ്റ് പറ്റിയെന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ആളെ സമാധാനിപ്പിക്കും. തോളിലൊക്കെ കൈയിട്ട് പോട്ടെ, അത് കുഴപ്പമില്ല, ഇതൊക്കെ എല്ലാവർക്കും വരുന്നതാണ്, അതൊക്കെ നമുക്ക് പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞ് ആളെ സമാധാനിപ്പിക്കില്ലേ. അതേപോലെ നമ്മൾ നമ്മളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടായിട്ട് മാറുക എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. അങ്ങനെ നമ്മൾ ദയോടെ നമ്മളോട് പെരുമാറുക. അങ്ങനെ ചെയ്യുന്നതും പ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കും. പിന്നെ നമ്മുടെ ശക്തിയെയും കഴിവുകളെയും കുറിച്ച് ഓർക്കുക. വെല്ലുവിളി ഉണ്ടാവുമ്പോൾ എനിക്കിതിനെ തരണം ചെയ്യാൻ എന്തൊക്കെ ശക്തിയുണ്ട്, എന്തൊക്കെ കഴിവുകളാണ് എനിക്കുള്ളത്, അതുപോലെ മുമ്പ് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞാൻ അത്തരം പ്രതിസന്ധികൾ എങ്ങനെയാണ് നേരിട്ടത് എന്നൊക്കെ ഓർത്ത് അത് വീണ്ടും ഇവിടെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പ്രതിരോധശേഷി നേരിടാൻ വേണ്ടത് നമ്മൾ കുടുംബവുമായി ഉള്ള സമയം ചെലവഴിക്കുക. നമ്മുടെ ജീവിതത്തിലെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഫാമിലിയുമായിട്ടുള്ള ക്വാളിറ്റി ടൈം. കൂടുതൽ സമയം ചെലവഴിക്കാനില്ലെങ്കിലും കുറച്ച് സമയം ചെലവഴിക്കുന്നതെങ്കിലും അത് വളരെ സ്നേഹത്തോടു കൂടി ചെലവഴിക്കുക എന്നുള്ളതാണ്. ക്വാളിറ്റി ടൈം നമ്മൾ കീപ്പ് ചെയ്താൽ അതും നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. അതായത് സന്തോഷവും ദുഃഖവും പങ്കിടാൻ ഒരാളുണ്ട് എന്ന് നമുക്കൊരു ചിന്ത വേണം. നമ്മളെ ഫാമിലിയുമായിട്ട് ഇടയ്ക്കൊന്ന് വർത്താനം പറയണമൊക്കെ നല്ലതാണ്. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ആരോടും സഹായം ചോദിക്കാൻ മടിക്കരുത്. പലപ്പോഴും ആളുകളൊക്കെ സഹായം ചെയ്യാൻ തയ്യാറാണ്, പക്ഷെ നമ്മളത് ചോദിക്കാനാണ് നമുക്ക് മടി.
ആ മടി ഒഴിവാക്കുക. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ട്രെയിനിങ് സ്കൂളിൽ പ്രിൻസിപ്പൾ ആയിരുന്ന കാലത്ത് ബസ്സിൽ പോകുമ്പോൾ ബസ് ബ്രേക്ക് ഡൗൺ ആയി. അന്ന് അസംബ്ലിയുടെ മുന്നേ എത്തേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ റോട്ടിൽ മലപ്പുറത്ത് എത്താൻ ഒരു 3 കിലോമീറ്റർ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ റോട്ടിൽ അങ്ങനെ ഇറങ്ങി നിൽക്കുക കുറേ ആൾക്കാർ, ആ ബസ്സിലുള്ള ആളുകളൊക്കെ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ ഒരു മെൻറ്റർ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ആസ്ക് 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 എന്ന്. നിങ്ങൾക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അപ്പം ചോദിക്കുക. അപ്പം അതിലൂടെ കുറേ കാറുകൾ കടന്നു പോകുന്നു. അപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് മുന്നേക്ക് നിന്നിട്ട് കൈ കാട്ടിയപ്പോൾ ഫസ്റ്റ് കൈ കാട്ടിയ കാറെന്നെ നിർത്തി. എങ്ങോട്ടാ പോകണ്ടെന്നൊക്കെ ചോദിച്ചു ഞാൻ. അപ്പോൾ അവർ അതേ വഴിക്ക് തന്നെ പോണത്. അപ്പോൾ അവരെന്നെ കോളേജിന്റെ മുന്നിൽ നിർത്തി. അപ്പോൾ നമ്മൾ ചോദിച്ചതുകൊണ്ടാണ് ആ സഹായം കിട്ടിയത്. അവർ സഹായം ചെയ്യാൻ തയ്യാറായിരുന്നു, നമ്മൾ ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. ഒന്നുകിൽ നമ്മുടെ ഈഗോ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം മറ്റുള്ളവരെ സഹായിക്കില്ല. പ്രൈവറ്റ് കാറിന് എങ്ങനെയാണ് കൈ കാണിക്കാൻ? നമുക്ക് അത്യാവശ്യമാണ്, നമുക്ക് കൈ കാണിക്കാൻ. അവർ നിർത്തിയില്ലെങ്കിൽ എന്താ? നിർത്തിയില്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്ന ആൾക്കാർ ചോദിക്കരുത് കേട്ടോ. നിർത്തിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. അപ്പൊ നമുക്കൊരു സഹായം ആവശ്യമുള്ളപ്പോൾ ആരോടും സഹായം ചോദിക്കാം. അധികം മിക്ക ആളുകളും സഹായിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ ലോകത്ത്. ഒരു 95% ആളുകളും നല്ലവർ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി 5% പേരിൽ കുറച്ച് പൊരുത്തക്കേട് ഉണ്ടെങ്കിൽ അത് അവരുടെ സാഹചര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പൊ നമ്മളെ സഹായിക്കാൻ ആളുണ്ട് എന്നുള്ള ഒരു വിശ്വാസം തന്നെ നമുക്ക് പ്രതിരോധശേഷി തരും. പിന്നെ നമ്മൾക്ക് പ്രതിരോധശേഷി കിട്ടാനുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കുക, മനസ്സിനെ ഉത്തേജിപ്പിക്കുക. അതായത് പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ച് ഉത്തേജിപ്പിക്കപ്പെട്ട ഒരു മനസ്സ് ചെറിയ വെല്ലുവിളിയിലൊന്നും തളരില്ല. ലക്ഷ്യബോധം, നേരത്തെ ഞാൻ പറഞ്ഞു, ലക്ഷ്യബോധം ഉള്ളതെന്ന് പറയുമ്പോൾ നമുക്കത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഒരു ലക്ഷ്യം നമുക്കുണ്ട്, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ലൈഫിനൊരു മീനിങ് ഉള്ളതായിട്ട് നമുക്ക് തോന്നും. അതും നമ്മുടെ പ്രതിരോധശേഷിയെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കൂടാതെ പ്രതിസന്ധികളെ നേരിടാൻ നമ്മളെ സജ്ജരാക്കുക. ഒരിക്കലും ഒളിച്ചോടരുത്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടി ശ്രമിക്കുക. സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുക. ഈ സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുക, മറ്റുള്ളവരൊരു കൈത്താങ്ങായിട്ട് സഹായിക്കുകയൊക്കെ ചെയ്യുമ്പോഴും നമ്മളുടെ പ്രതിരോധ ശേഷി വർദ്ധിക്കും. കാരണം നമ്മൾ പ്രതിസന്ധികൾ കാണുകയാണല്ലോ. ഇപ്പോൾ ഉള്ള കുട്ടികളുടെ പ്രശ്നം എന്താ വെച്ചാൽ, ഒരു പ്രതിസന്ധിയും അവരനുഭവിക്കാൻ നമ്മൾ ഒരിക്കലും അവരെ സമ്മതിക്കുന്നില്ല. എന്തെങ്കിലും വരുമ്പോഴേക്കും സഹായിക്കാൻ നമ്മൾ കൂടെ ചെല്ലാണ്. അതുകൊണ്ടൊക്കെയാണ് അവർക്ക് അവരുടെ കുറ്റമല്ലാതെ പ്രതിസന്ധി നേരിടാൻ നമ്മൾ അവരെ സജ്ജരാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നേരിടുക എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയൊരു കാര്യം. എന്ത് ചെറിയ സംഗതി വന്നാലും ഒളിച്ചോടാതെ നേരിടുക. അപ്പൊ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അങ്ങനെ കടുംപിടുത്തം നിൽക്കാതെ വഴങ്ങി ജീവിക്കുക എന്നുള്ളതും പ്രതിരോധ ശേഷി കൂട്ടാനുള്ള മാർഗമാണ്. ഇനി പ്രതിരോധ ശേഷി നേടാൻ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചില കാര്യങ്ങൾ ഒഴിവാക്കിയാലേ നമുക്ക് പ്രതിരോധ ശേഷി ഉണ്ടാവുള്ളൂ. ഒന്ന്, സ്വയം ഒറ്റപ്പെടുത്തൽ. ഇപ്പൊ നമുക്കൊക്കെ അറിയാം, കേരളത്തിൽ ഏത് വീടുകളിൽ ചെന്നാലും വയസ്സായൊരു അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവുക അല്ലേ? എൻ്റെ വീട്ടിലും മിക്കപ്പോഴും വയസ്സായിട്ടില്ലെങ്കിലും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ. വളരെ കുറച്ച് വയസ്സായിട്ടുള്ളൂ. അങ്ങനെ അങ്ങനെയുള്ള വീടുകളിലെ ഈ ഈ അച്ഛനും അമ്മയ്ക്കോ അല്ലെങ്കിൽ മുത്തശ്ശനോ മുത്തശ്ശി ആരായാലും പ്രായമായ ആളുകൾക്ക് തോന്നൽ എന്താ വെച്ചാൽ, മക്കളൊക്കെ പോയി, ഞങ്ങൾ ഒറ്റപ്പെട്ടു, ഇനി എന്താ ചെയ്യുക, ഒരാവശ്യം വന്നാൽ ആരോടാ പറയുക, അങ്ങനെയുള്ള ചിന്ത മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ ഞാൻ ഒറ്റക്കാണ് വീട്ടില്, മക്കളൊക്കെ പുറത്തു പോയിരിക്കുകയാണ്, മോന് ബാംഗ്ലൂരാണ്, മോള് ലണ്ടനിലാണ്, പിന്നെ ഞാൻ ഒറ്റക്കാണ്, എനിക്ക് എന്നും രോഗാണ്, പ്രായമായില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര പ്രായം? അപ്പൊ 56 വയസ്സായിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെക്കാളും 4 വയസ്സ് കൂടുതലുണ്ട്. ഞാൻ ഒരിക്കലും ഒറ്റപ്പെട്ടിട്ടില്ല, ഞങ്ങൾ ഇവിടെ രണ്ടാൾ തന്നെ ഉള്ളൂ. പക്ഷെ ഒറ്റപ്പെട്ട് തോന്നൽ എന്താ വെച്ചാൽ, നമുക്കൊന്നും ചെയ്യാനില്ലാത്തപ്പോഴാണ്. അപ്പൊ നമുക്ക് താല്പര്യമുള്ള, നമുക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ മതി. അത് ചെയ്യാതെ ഒറ്റപ്പെട്ടു എന്ന് തന്നെ നമ്മൾ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ തന്നെ നമ്മളുടെ ഏറ്റവും വലിയ നല്ല കൂട്ടുകാരാവുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒറ്റക്കാവുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അതായത് ഒറ്റയ്ക്കിരുന്ന് ചെയ്തുമ്പോൾ സന്തോഷം ഉണ്ടാകുന്ന ഒരു സംഗതി നമ്മൾ കണ്ടെത്തുക. എന്ത് ചെയ്യുമ്പോഴാണ്, ഒറ്റയ്ക്കിരുന്ന് എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷമുള്ളത് എന്ന് നമ്മൾ നോക്കിയിട്ട് അത് കണ്ടെത്തുക, അത് ചെയ്യുക എന്നുള്ളതാണ്
ഇതിനുള്ള ഒരു മറുമരുന്ന്. അതല്ലാതെ കുട്ടികൾ നമ്മളിവിടെ പിടിച്ചെടുത്തിട്ട് കാര്യമില്ല, അവർക്ക് ജീവിതമാർഗത്തിന് പോയതല്ല അവർ. പിന്നെ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. അതും നമ്മൾക്ക് പ്രതിരോധശേഷി കുറക്കും. കാരണം എന്താ വെച്ചാല് നമ്മൾ ഈ ലോകത്തുള്ള ഒന്നും യുണീക്ക്, എല്ലാ സാധനങ്ങളും യുണീക്കാണ്, ഒന്നും ഒരുപോലെ ഇല്ല. നമുക്ക് തന്നെ അതറിയാം. നമുക്ക് 3 മക്കളുണ്ടെങ്കിലും 3 പേരും വ്യത്യസ്ത സ്വഭാവമാണ്. നമ്മളാണ് വളർത്തിയുള്ളത്, ഒരേ ഭക്ഷണം കൊടുക്കുന്നത്, ഒരേ അന്തരീക്ഷത്തിലാണ് വളരുന്നത്, എന്നിട്ട് പോലും വ്യത്യസ്തമാണ്. പിന്നെ ഇങ്ങനെ നമ്മൾ നമ്മളെ മറ്റൊരാളുമായി താരതമ്യപ്പെടുത്തുക, അതിലൊരർത്ഥവും ഇല്ല. അതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ നമ്മൾ പറയില്ലേ വിധി നോക്കും, അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തരുത്. മുമ്പ് ഒരിക്കൽ ഒരു സാറ് പറഞ്ഞു, മത്തൻ കുത്തിട്ട കുമ്പളം മുളക്കുമെന്ന്. അതേപോലെയാണ്, നമ്മളൊക്കെ വ്യത്യസ്തരാണ് എല്ലാം കൊണ്ടും, ജീന് കൊണ്ടും മറ്റത് കൊണ്ടൊക്കെ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രൂപത്തിലായിരിക്കും ലൈഫ് ഉണ്ടാവുക, ഓരോ രൂപത്തിലാണ് കഴിവുണ്ടാവുക. അതുകൊണ്ട് താരതമ്യം ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെ താരതമ്യം ചെയ്താൽ അവർക്കൊക്കെ എന്തൊക്കെ ഉണ്ടല്ലോ, എനിക്ക് മാത്രം ഇതില്ല എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ പ്രതിരോധ ശേഷി കുറയുക. പിന്നെ 3 എല്ലാം അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന ചിന്ത ചില ആൾക്കാർക്ക് എപ്പോഴും ഉണ്ട്, എനിക്കൊന്നുമില്ല എന്നല്ല. അത് പ്രതിരോധശേഷിയെ കുറക്കുന്നതാണ്. ഈ പ്രതിരോധശേഷി എന്ന് പറഞ്ഞാൽ അതുള്ള വ്യക്തികൾക്ക് എല്ലാം പൂർണ്ണമായിട്ട് ഉണ്ടായിട്ടൊന്നുമല്ല, അവരുള്ളത് കൊണ്ട് പൊരുത്തപ്പെടുന്നവർക്കാണ് ഈ പ്രതിരോധശേഷി ഉണ്ടാവുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ നമ്മുടെ ശ്വാസത്തെ ക്രമീകരിച്ചുകൊണ്ടും നമുക്ക് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതിന് സാധാരണ പറയാറുള്ള ഒരു കാര്യമുണ്ട്, ബോക്സ് ടൈപ്പ് ശ്വസനം എന്ന് പറയും. ബോക്സ് ടൈപ്പ് ശ്വസനം എന്ന് പറഞ്ഞാൽ എന്താണ്? 4 സെക്കൻഡ് കൊണ്ട് നമ്മുടെ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുക, 4 സെക്കൻഡ് സമയം ശ്വാസം ഉള്ളിൽ നിർത്തുക, ഹോൾഡ് ചെയ്യുക, 4 സെക്കൻഡ് കൊണ്ട് ശ്വാസത്തെ പുറത്തേക്ക് വിടുക, 4 സെക്കൻഡ് സമയം ശ്വാസം പുറത്ത് നിർത്തുക. ഇതാണ് ബോക്സ് ടൈപ്പ് ശ്വസനം എന്ന് പറയുന്നത്. ഈ ശ്വസനം എന്ന് പറയുന്നത് നമ്മളെ മാനസികമായിട്ട് വളരെയധികം കാമാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഈ ശ്വാസം എന്ന് പറയുന്നത് നമ്മളുടെ വികാരങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, വളരെ കിതച്ച് ഓടി വരുമ്പോഴുള്ള നമ്മുടെ ശ്വാസവും, ശാന്തമായിരിക്കുന്ന ശ്വാസത്തിന്റെ അവസ്ഥയും, ടെൻഷൻ അടിച്ചിരിക്കുന്ന അവസ്ഥയിലുള്ള നമ്മുടെ ശ്വാസത്തിന്റെ അവസ്ഥയും ഒക്കെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ശ്വാസത്തെ നിയന്ത്രിച്ചിട്ട് നമുക്ക് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. വികാരങ്ങളെ നിയന്ത്രിച്ച് നമ്മുടെ പ്രവൃത്തികളെ നിയന്ത്രിച്ച് നമ്മുടെ വിധിയെയും നിയന്ത്രിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതിരോധശേഷി ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിച്ചാലും മതി. ആ രൂപത്തിൽ നമുക്ക് പ്രതിരോധശേഷി ഉണ്ടാക്കാൻ സാധിക്കും. സാധാരണ സൂഫികളൊക്കെ കൂടുതലും എക്സസൈസുകൾ തരാറുള്ളത് ശ്വാസത്തിന്റെ കാര്യത്തിലാണ്. ശ്വാസത്തിൽ ശ്രദ്ധിച്ചാണ് അവർ മെച്ചപ്പെടുത്താൻ ജീവിതത്തിന്റെ ഏത് പരിശീലനവും അവർ ശ്വാസവുമായി ബന്ധപ്പെട്ടാ തരാറ്. അപ്പൊ നിങ്ങളുടെ മനസ്സിനെ പരിശീലിപ്പിക്കുക, നിങ്ങളുടെ സാഹചര്യത്തെക്കാൾ ശക്തരാണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കുക. നമ്മളുടെ ജീവിതത്തിൽ വരുന്ന വെല്ലുവിളികളൊക്കെ താൽക്കാലികമാണ്. അതിനെ പ്രതിരോധിച്ച് നിൽക്കുന്ന, അതല്ലെങ്കിൽ അതിനെ നന്നായി കൈകാര്യം ചെയ്ത് നിൽക്കുന്ന മനസ്സുകളാണ് എന്നും നിലനിൽക്കുന്നത്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ, വിഷമങ്ങൾ എന്നിവ താൽക്കാലികമാണ്. ഈ പ്രതിസന്ധിയിലൊക്കെ വളരെ നന്നായിട്ട് അതിനെ കൈകാര്യം ചെയ്ത വ്യക്തികൾ എന്നും നിലനിൽക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ സ്റ്റീഫൻ ഹോക്കിങ്സിനൊക്കെ പറഞ്ഞത് അല്ലെ, അവരെപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്നത് എന്താണ്? അവരുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ അവർ അത്രയും നന്നായിട്ട് പ്രതിരോധിച്ചത് കൊണ്ടാണ്. വീണ്ടും കുറേ കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇതെല്ലാം കൂടി കേട്ടിട്ട് നിങ്ങൾ ആരും എന്താ പറയാ ഇൻഫർമേഷൻ ലോഡായിട്ടുള്ള പ്രശ്നമൊന്നും ആവണ്ട. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക.
പരമാവധി എല്ലാവർക്കും വേണ്ടിയാണ് ഇത് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത് നിങ്ങൾക്ക് അനുയോജ്യമായത് നിങ്ങൾ എടുത്തിട്ട് അത് ചെയ്തിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മാനസിക പ്രതിരോധ ശേഷി നേടുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ലക്ഷ്യങ്ങൾ വെക്കുകയും അവ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. അത് നിങ്ങൾക്ക് പറഞ്ഞതാ. പിന്നെ വലിയ ലക്ഷ്യങ്ങൾ, ഇനി ലക്ഷ്യങ്ങൾ വെച്ചിട്ടത് അതന്നെ ഒരു പ്രശ്നമാണ്. ആൾക്കാരുണ്ട് ലക്ഷ്യം വേണമെന്ന് പറഞ്ഞാൽ. വലിയ ലക്ഷ്യങ്ങൾ വെച്ചെങ്കിൽ ചെറിയ ചെറിയ ഘട്ടങ്ങളായി വിഭജിക്കുക. എന്നിട്ട് ആ ഓരോ ചെറിയ ഘട്ടവും നിങ്ങൾ നടത്തി കഴിയുമ്പോൾ, അതിൽ വിജയിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ തോളിൽ തട്ടിയെങ്കിലും പ്രോത്സാഹിപ്പിക്കുക. വെൽ ഡൺ വെൽ ഡൺ എന്ന് പറഞ്ഞിട്ട് തോളിൽ തട്ടിയെങ്കിലും പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ ആകുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രോത്സാഹനം വരികയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും. അതുവഴി നമ്മുടെ മെന്റൽ റെസിലിയൻസ്, മാനസിക പ്രതിരോധ ശേഷി വർദ്ധിക്കും. നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ് വീണ്ടും പറയുന്നത്. സ്വയം വിമർശിക്കുന്നതിന് പകരം ഒരു നല്ല സുഹൃത്ത് നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നുവോ അതുപോലെ നിങ്ങൾ നിങ്ങളോട് തന്നെ പെരുമാറുക. ഇതൊക്കെ നമ്മൾ സഹാനുഭൂതിയോടെ നമ്മളോട് പെരുമാറുന്നതും നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ പോരാട്ടങ്ങളെയും നമ്മൾ അംഗീകരിച്ച് നമ്മുടെ വികാരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ശ്രദ്ധയും ദയയും സ്വയം നൽകുക. ഈ റെസിലിയൻസ് എന്ന് പറയുന്നത് ഒരു ലക്ഷ്യമല്ല, ഒരു യാത്രയാണ്. ഇതിന് സമയവും പരിശ്രമവും ആവശ്യമാണ്. ഒന്നും നമുക്ക് പരിശ്രമിക്കാതെ കിട്ടില്ല, അല്ലെ? അപ്പൊ റെസിലിയൻസ് ഉണ്ടാവണമെങ്കിലും മാനസിക പ്രതിരോധ ശേഷി ഉണ്ടാവണമെങ്കിലും നമ്മൾ പരിശ്രമിക്കണം. ഇപ്പൊ കുറെ മെത്തേഡുകളൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ നമ്മൾ ചെയ്യണം, എങ്കിലേ നമുക്കത് കിട്ടുള്ളൂ. അല്ലാണ്ട് വെറുതെ ഇതൊക്കെ കേട്ടത് കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രയോജനവും ഇല്ല കേട്ടോ. അപ്ലൈ ചെയ്യാത്ത അറിവ് എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മക്ക് തുല്യ. അറിവ് പ്ലസ് നോ ആക്ഷൻ ഈക്വൽ ടു നോ അറിവ്. അറിവില്ല എന്നതിന് തുല്യ. അപ്പോ ഇതൊരു യാത്രയാണ് റെസിലിയൻസ് എന്ന് പറയുന്നത്. അതിന് സമയവും പരിശ്രമവും നമ്മൾ കൊടുക്കണം. നമ്മുടെ ടൈമും കൊടുക്കണം, എനർജിയും കൊടുക്കണം. ചെറിയ ചെറിയ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ റെസിലിയൻസ് ഉണ്ടാക്കുക. ഏതുപോലെ വെച്ചാൽ ഒരു വിത്ത് വലിയ മരമായി വളരുന്നത് പോലെ. നമ്മളിപ്പോൾ വിത്തിട്ട നാളെ തന്നെ അത് മരമാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ലല്ലോ. കാരണം നമുക്കറിയാം ആ വിത്ത് വളരാൻ ഇത്ര ടൈം വേണമെന്നുള്ളത്. അതേപോലെ നമ്മുടെ ജീവിതത്തിലും അതെ, ഈ സ്വഭാവങ്ങളൊക്കെ നമ്മളിൽ ആയി വരാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ചെറിയ ചെറിയ സ്വഭാവങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് വന്ന് നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. ക്ഷമയോടും പരിശ്രമത്തോടും കൂടി വളർത്തിയെടുക്കേണ്ട ഒരു കാര്യമാണ് എന്ത് റെസിലിയൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും ഒക്കെ മാറ്റം വരുത്തി നമുക്കിത് വളർത്തിയെടുക്കുക. ഓർക്കുക, നിങ്ങൾ ഒറ്റക്കല്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു ശക്തമായ ശക്തിയുണ്ട്. നമ്മളെപ്പോഴും നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളുടെ ശക്തിയെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മളുടെ ജനനം ഒന്ന് ഓർത്താൽ മതി. ലക്ഷക്കണക്കിന് സ്പേം ഓടിയിട്ട് അതിൽ ജയിച്ച ഒരു സ്പേമാണ് അണ്ടവുമായി യോജിക്കുന്നത്. അപ്പോൾ നമ്മൾ കോടിക്കണക്കിന് ആളുകളുമായി ഓട്ട മത്സരം നടത്തി ജയിച്ചവരാണ് നമ്മൾ തിരിച്ചറിയുക. അതേപോലെ ചെറുപ്പത്തിൽ നമ്മൾ എന്തോരം ത്യാഗം സഹിച്ചിട്ടാണ് നടക്കാൻ പഠിച്ചത്, അല്ലെ? ഒന്ന് കുട്ടി കമിഴുമ്പോൾ നമ്മൾക്ക് അറിയാറില്ല. കുട്ടികൾ കമിഴുന്ന സമയത്ത് ആദ്യം ഒന്ന് ചെരിയും, പിന്നെ ഇങ്ങോട്ട് തന്നെ മറിയും, അങ്ങോട്ട് തന്നെ പോകും. അങ്ങനെ എത്ര ബുദ്ധിമുട്ടിട്ട് അവരൊന്ന് കമിഴ്ന്ന് വീഴുന്നത്. പിന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ മുട്ടുകാലൊക്കെ ഉരഞ്ഞ് എത്ര വേദന സഹിച്ചിട്ടാണ് അവർ മുട്ടിൽ ഇഴയുന്നത്. എത്ര പ്രാവശ്യം വീണിട്ടാണ് എണീറ്റ് നടക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഇത്രയൊക്കെ വെല്ലുവിളികളെ നേരിട്ട വ്യക്തികളാണ് നമ്മൾ. എന്നിട്ട് ഇത്രയും വളർന്നതിന് ശേഷം ചെറിയൊരു വെല്ലുവിളി പോലും നേരിടാൻ നമുക്കാവില്ല എന്ന് പറയുന്നത് നമ്മൾ നമ്മളിലേക്ക് തന്നെ ചിന്തിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഈ ശക്തി ഉണ്ട്. ആ ശക്തി ഒന്ന് തിരിച്ചറിഞ്ഞ് അത് പ്രയോഗിച്ചാൽ മതി. ഞാൻ എത്രയോ വെല്ലുവിളി നേരിട്ടിട്ടാണ് ഈ അവസ്ഥയിൽ എത്തിയത് എന്ന് ഓരോരുത്തർക്കും മനസ്സിലാവും. അപ്പോൾ ഇത് നമുക്ക് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഉള്ളിൽ തന്നെ ഉണ്ട്. അതിനെ നമുക്ക് വളർത്തിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാം. ഒളിച്ചോടാതിരിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞത് പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുക എന്നുള്ളത്. അന്ന് ചെറുപ്പത്തിൽ നമ്മൾ ഒരിക്കൽ വീണപ്പോ ഇനി നടക്കില്ല, വീഴും എന്നുള്ള പേടിച്ചിട്ട് നടക്കാതിരുന്നിട്ടില്ലല്ലോ. ഒരു കുട്ടി അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ
ആ കുട്ടി ജീവിതത്തിൽ പിന്നെ നടക്കുവോ? നടക്കില്ലല്ലോ. സാധാരണ പറയാറുള്ള ഒരു കഥ ഉണ്ട്. ഒരു വയസ്സായ കുട്ടിക്ക് 20 വയസ്സായ ആളുടെ ബുദ്ധി കൊടുത്താൽ എന്താ സംഭവിക്കുക എന്ന് ചോദിക്കാറുണ്ട്. കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു വയസ്സായ കുട്ടിക്ക് 20 വയസ്സായ ആളെ ബുദ്ധി ഉണ്ടെങ്കിൽ ആ കുട്ടി നടക്കില്ല എന്നാണ് അതിന്റെ ഉത്തരം. കാരണം എന്താണ്? 20 വയസ്സായ ബുദ്ധി ഉണ്ടെങ്കിൽ ഒരുക്ക വീണാൽ ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് അവൻ എന്ത് വിചാരിക്കും? നടക്കുക എന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞത് എനിക്ക് വേദന ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് നടക്കണ്ട എന്ന് തീരുമാനിക്കും. അവൻ പിന്നെ ജീവിതത്തിൽ നടക്കില്ല. അപ്പൊ നമുക്കൊക്കെ പ്രതിരോധ ശേഷി ഉള്ളിലുണ്ട്. എത്രയോ വെല്ലുവിളികളെ നേരിട്ടിട്ടാണ് നമ്മളിവിടെ എത്തിയത്. അതുകൊണ്ട് ഇനിയും വരുന്ന വെല്ലുവിളികളെ നമുക്ക് സുഖമായി നേരിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഈ വെല്ലുവിളികളൊക്കെ നേരിടാത്തവര് ഒരിക്കലും വളരില്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുക. ശാന്തരായിരിക്കാൻ ശ്രമിക്കുക. അതായത് വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ വല്ലാതെ ഇമോഷനെ ഉയർത്താതെ ശാന്തരാവാൻ ശ്രമിക്കുക. നമ്മുടെ ചിന്തയെക്കുറിച്ച് വ്യക്തമായ ഒരു ക്ലാരിറ്റി ഉണ്ടാവുക. അത് കൃത്യമായി എഴുതി വെക്കുക. ഇപ്പൊ നേരത്തെ പറഞ്ഞ തന്നെയാണ്, എന്തൊക്കെ വിചാരങ്ങളാണ് നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് അതിനുള്ള പരിഹാരം സമയമെടുത്ത് ആലോചിച്ച് എഴുതുക. അതായത് ഒരു വെല്ലുവിളി ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ തകരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണം തന്നെ, നമ്മുടെ ബോസോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവോ ഭാര്യയോ ആരെങ്കിലും നമ്മളോട് ചൂടായി സംസാരിച്ചപ്പോൾ ഒക്കെ നമ്മളിലും ഉണ്ടാവുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? അവർ പറഞ്ഞ ഏത് വാക്കാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തിയത്? അതിനെന്ത് പരിഹാരം വേണം എന്നൊക്കെ ആലോചിച്ച് സമയമെടുത്ത് എഴുതിയിട്ട് ആൻസർ കിട്ടിയാൽ ഉടനെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമ്മൾ ആദ്യം വിചാരിക്കുക, ഈ ചെറിയ ചെറിയ വെല്ലുവിളിയൊക്കെ ഒഴിവാണെങ്കിൽ നമ്മൾ തന്നെ വിചാരിച്ചാൽ മതി. അതായത് ആ, എന്നെ ഒരാൾക്ക് ഇൻസൾട്ട് ചെയ്യാനോ ഹർട്ട് ചെയ്യാനോ ഞാൻ സമ്മതിക്കില്ല എന്നുകൊണ്ട് മനസ്സിൽ ഉറപ്പിക്കാം. കാരണം ആർക്കും നമ്മെ ചീത്ത വിളിക്കാം. അത് സ്വീകരിക്കണോ വേണ്ടെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഉണ്ട് ഉറപ്പിക്കുക, എന്നെ ഒരാൾക്ക് ഇൻസൾട്ട് ചെയ്യാനോ ഹർട്ട് ചെയ്യാനോ ഞാൻ സമ്മതിക്കില്ല. അതായത് ഞാൻ എന്നെ നന്നായി സ്നേഹിക്കുന്നുണ്ട്, മറ്റൊരാൾ പറഞ്ഞ വാക്ക് വെച്ചിട്ട് ഞാൻ ഒരിക്കലും വേദനിക്കില്ല എന്ന് തീരുമാനിക്കുക. നമ്മൾ നമ്മളെ തന്നെ വിമർശന ബുദ്ധിയോടെ ചോദ്യം ചെയ്യാം. അതെങ്ങനെയാണ്? നമ്മൾ മറ്റൊരാളോട് പറയില്ലേ, എനിക്ക് അങ്ങനെ ചെയ്തുകൂടായിരുന്നോ ഇങ്ങനെ ചെയ്തുകൂടായിരുന്നോ എന്നൊക്കെ. അത് നമ്മളോട് തന്നെ ചോദിക്കാം. ഇന്നെ സംഭവം ഉണ്ടാവുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തുകൂടെ എന്ന് നമ്മളോട് തന്നെ വിമർശന ബുദ്ധിയോടെ ചോദ്യങ്ങൾ ചോദിക്കുക. നമുക്കൊരു ബൗണ്ടറി ഉണ്ടാക്കുക. സെറ്റ് ബൗണ്ടറീസ് ഉണ്ടാക്കി വെക്കുക. അതായത് ഏതറ്റം വരെ പോകണം, മറ്റെല്ലാവരും വിളിക്കുന്നിടത്തും ഒക്കെ പോകണം, മറ്റെല്ലാ കുരിശും തലയിലേറ്റണം എന്നൊന്നുമില്ല. നമ്മളെ വീടിന് ചുറ്റും മതിലുകൾ വെച്ച് അതിരുണ്ടാക്കണത് എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിനൊരു അതിര് വേണം. നമുക്ക് എന്തിനൊക്കെ പങ്കെടുക്കണം, എന്തിനൊക്കെ പങ്കെടുക്കണ്ട, നമ്മളെ വളർത്തുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, തളർത്തുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ വളർത്തുന്നതിലേക്ക് മാത്രം നമ്മൾ മുന്നോട്ട് പോയാൽ മതി. അങ്ങനെ ഒരു ബൗണ്ടറി വെക്കുക എന്നുള്ളതും പ്രതിരോധ ശേഷി കൂട്ടാൻ നല്ലതാണ്, വെല്ലുവിളികളെ കുറക്കാനും നല്ല. പിന്നെ തെറ്റ് പറ്റിയ കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. എല്ലാവരും പറയും, ഓ ഇന്റെ തെറ്റ് പറ്റിയാണ്, എനിക്ക് കുറ്റബോധം ഉണ്ടെന്ന്. എല്ലാവരും വിചാരം ഈ കുറ്റബോധം നല്ലതാന്നാണ്. ഒരിക്കലും കുറ്റബോധം നല്ലതല്ല. തെറ്റ് തിരുത്തിയാൽ മതി, പിന്നെ അത് സമ്മതിക്കുകയും ചെയ്യാം. ചില ആൾക്കാർക്ക് എത്ര തെറ്റ് പറ്റിയാലും സമ്മതിക്കാൻ ഭയങ്കര മടിയാണ്. തെറ്റ് പറ്റിയത് സമ്മതിക്കുക, എൻ്റെ അടുത്ത് പറ്റിയ തെറ്റാണ്, അതന്നെയാണ് ഏറ്റവും വലിയ കുറ്റബോധം എന്ന് പറയുന്നത്. അത് സമ്മതിക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ അബ്ദുൽ കലാം സാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ഏറ്റവും എളുപ്പമുള്ളതുമായ ഒരു കാര്യമാണ് മിസ്റ്റേക്ക്. തെറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. അതിന് അദ്ദേഹം വിശദീകരിച്ച എങ്ങനെയാണ്, നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അത് ഏറ്റവും എളുപ്പമാണ്. അതായത് നമ്മൾ ഒരു തെറ്റ് ചെയ്താൽ അതിന് നമ്മൾ നിസ്സാരമായി കാണും അല്ലെ. അതേ തെറ്റ് തന്നെ മറ്റൊരു വ്യക്തി ചെയ്യുമ്പോൾ അതിനെ വലിയ വലിയ കാര്യമായിട്ട്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് നമ്മൾ ചിത്രീകരിക്കുക. അതിനാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. എന്താ പറഞ്ഞത് അദ്ദേഹം? ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ഏറ്റവും എളുപ്പമുള്ളതുമായ കാര്യം എന്ന് പറഞ്ഞത് മിസ്റ്റേക്ക് അല്ലെങ്കിൽ തെറ്റ് വരുത്തുക എന്നുള്ളതാണ്. ഈ തെറ്റ് സമ്മതിക്കുന്നവർക്ക് മെന്റൽ റെസിലിയൻസ് കൂടുതലായിരിക്കും. കാരണം മെന്റലി സ്ട്രോങ് ആയവർ എപ്പോഴും ഇംപ്രൂവ് ചെയ്യാൻ, നമ്മുടെ ജീവിതത്തിൽ ഇംപ്രൂവ്മെന്റ് വേണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പിന്നെ റെസിലിയൻസ് കൂട്ടാനുള്ള ഒരു മാർഗം സോഷ്യൽ മീഡിയയിൽ വെറുതെ സ്ക്രോൾ ചെയ്ത് സമയം ചെലവഴിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് വെക്കുക. കാരണം എന്താന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന എന്തെങ്കിലും പഠനത്തിന് വേണ്ടി അല്ലാതെ നിങ്ങൾ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അതിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ പലരും പല ഫോട്ടോസൊക്കെ ഇട്ടുണ്ടാവും.
കാറ് വാങ്ങിയതും വീട് വെച്ചതും ഒക്കെ ഇപ്പൊ അങ്ങനെയൊക്കെയല്ലേ, നല്ല ഭക്ഷണം കഴിക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയയിലിടും. അപ്പൊ ഇത് കാണുന്ന ആളുകൾക്ക്, അതിനൊന്നും സാമ്പത്തികമായിട്ട് ഇല്ലാത്ത ആളുകൾക്ക് അത് കാണുമ്പോൾ വല്ലാത്ത ടെൻഷൻ ഉണ്ടാവും. ഒന്നത് ഒന്ന് പിന്നെ സോഷ്യൽ മീഡിയയിൽ കുറെ ദുഃഖങ്ങൾ ഉണ്ടാവും, കുറെ ആളുകളുടെ പ്രയാസങ്ങൾ. ഈ പ്രയാസം കേൾക്കുന്നതും എല്ലാവർക്കും ദുഃഖം തരുന്നതാണ്. അപ്പോഴും ദുഃഖം ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ വെറുതെ നമ്മുടെ സമയം ചെലവഴിച്ച് എന്തിനാണ് നമ്മളായിട്ട് ദുഃഖങ്ങൾ വരുത്തുന്നത് എന്നൊന്ന് ചിന്തിക്കുക. എന്നിട്ട് നിങ്ങളെ വളർത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുക. ബാക്കി വെറുതെ സ്ക്രോൾ ചെയ്യുന്ന സമയം ലിമിറ്റ് വെക്കുക. തീരെ ചെയ്യണ്ടെന്നല്ല, ഒരു അരമണിക്കൂർ ഞാൻ സ്ക്രോളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു വിചാരിച്ച് അലാം ഒക്കെ വെച്ചിട്ട് ചെയ്യും. ഒട്ടും ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമ്മളെ എല്ലാറ്റിൽ നിന്നും നമ്മൾ തന്നെ വിലക്കണ പോലെയാണ്. അതുകൊണ്ട് ഒരു ലിമിറ്റ് സമയം വെച്ച് ചെയ്യാം. പിന്നെ ഇന്റർഡിപെൻഡന്റ് ആവും, മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ അങ്ങനെ വിചാരിക്കുക, എനിക്ക് എവിടെ പോകണമെങ്കിലും ആരെങ്കിലും ഒരാൾ കൂട്ടിന് വേണം എന്ന് വിചാരിച്ചാൽ നോക്കൂ, ഞാൻ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കൊക്കെ എനിക്ക് പോകാൻ പറ്റുമോ? കാരണം അവരുടെ സൗകര്യം കൂടി നോക്കണ്ടേ. അങ്ങനെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുമ്പോഴാണ് നമുക്ക് റെസിലിയൻസ് കൂടുന്നത്. പിന്നെ മറ്റൊരാൾ നമ്മളോട് നോ പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. നോ പറയണത് ചിലർക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാവും. നമ്മളൊരു ഹെൽപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹെൽപ്പ് ചോദിച്ചു, അപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പറ്റാഞ്ഞിട്ടായിരിക്കും എന്നാണ് ഓർത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ഈഗോ അവിടെ വളർന്ന് ഭയങ്കര പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ വിചാരിക്കണം. നോ പറഞ്ഞാൽ അതിനെ സ്വീകരിക്കണം. നമ്മളും അതെ, നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിന് ഒരിക്കലും എസ് പറയാൻ പാടില്ല. നമുക്ക് ഈസി ആയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യത്തിന് മാത്രം എസ് പറയാം, അല്ലാത്തതിന് നോ പറയാ. മറ്റുള്ളവർ നോ പറഞ്ഞാൽ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ശീലിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു, ഒറ്റപ്പെടുന്ന ഒഴിവാക്കാൻ ഒറ്റയ്ക്കിരുന്ന് ചെയ്യുമ്പോൾ സന്തോഷം തോന്നുന്ന ഒരു ആക്ടിവിറ്റി കണ്ടെത്തുക. ഞാൻ ഇപ്പൊ ചെയ്യണതാണ്. ഞാൻ കുറെയൊക്കെ ഒറ്റപ്പെട്ടിട്ടാണ്. ഒറ്റപ്പെട്ടെന്ന് എനിക്ക് തോന്നിയില്ല, കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒട്ടും സമയമില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് നമ്മൾ ഒറ്റപ്പെടുക എന്നുള്ള ചിന്ത തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റാം. എത്ര ബുദ്ധിമുട്ടുണ്ടായാലും മനസ്സ് തളർന്നു പോകാതിരിക്കുന്നവർ ഒടുവിൽ വിജയം കാണും. പലപ്പോഴും പലരും ചെറിയൊരു ബുദ്ധിമുട്ടിൽ തന്നെ മനസ്സ് തളരും. ഈ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് എന്താണ്? കടലിലെ തിരമാലകൾ പോലെയാണ്. അത് നിങ്ങൾ ഒരിക്കലും മുക്കൂല, കടലിന്റെ ഉള്ളിലേക്ക് മുക്കൂല, കരയിലേക്ക് തള്ളേയുള്ളൂ. അതായത് ഇഷ്യൂസ് ഉണ്ടാവും, അത് നമ്മളെ കര കയറാനുള്ള ഒരു അവസരവും ഇഷ്യൂസിന്റെ കൂടെ വരുന്ന അർത്ഥം. നിങ്ങളുടെ ആന്തരിക ശക്തി വളർത്തിയെടുക്കാൻ വേണ്ടി ഇന്ന് മുതൽ നിങ്ങൾ ഏത് പരിശീലനമാണ് ആരംഭിക്കുന്നത് എന്ന് നിങ്ങൾ കമന്റിൽ ഒന്ന് എഴുതുക. ഈ മെന്റൽ റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ശക്തി വർദ്ധിച്ചാലാണ് മെന്റൽ റെസിലിയൻസ് കൂടുക. അപ്പൊ നിങ്ങളുടെ ഉള്ളിലെ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി, ഇപ്പൊ ഈ വീഡിയോ കേട്ട് കുറെ നേരമായല്ലോ നിങ്ങൾ കേട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് കേട്ടത് കൊണ്ട് ഉപയോഗം ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, നിങ്ങളുടെ ആന്തരിക ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ തന്നെ തീരുമാനിക്കുക. ആ ആക്ടിവിറ്റി എന്താണ് എന്ന് കമന്റിൽ എഴുതുക. മനുഷ്യന്റെ കഴിവുകൾ പ്രയത്നത്തിലൂടെ വികസിപ്പിക്കാവുന്നതാണ് എന്ന വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. പരാജയപ്പെടും, നമ്മളെല്ലാവരും പരാജയപ്പെടും. പരാജയപ്പെടണില്ല, ഞാൻ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല എന്നൊരു വ്യക്തി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒന്നും തുടങ്ങി വെച്ചിട്ടില്ല എന്നാണ് അർത്ഥം. എന്തെങ്കിലും ഒരു പ്രോഗ്രാം, എന്തെങ്കിലും ഒരു പണി ചെയ്യണക്ക് പരാജയം നിർബന്ധം. പരാജയത്തിലൂടെ തന്നെ നമ്മൾ വിജയിക്കുള്ളൂ. അപ്പൊ പരാജയത്തെ ഒരു പഠനാവസരമായി കണക്കാക്കുക. പരിശ്രമം വളർച്ചയ്ക്ക് ആവശ്യമാണ് എന്ന് വിശ്വസിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി താല്പര്യപ്പെടുക. വിമർശനങ്ങളെ ഏറ്റെടുക്കുക. അതിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിക്കുക. ഇതെല്ലാം നമ്മുടെ പ്രതിരോധശേഷി കൂട്ടുന്നതാണ്. ഇനി പ്രതിരോധശേഷി പ്രകടമാക്കിയ 2-3 വ്യക്തികളെ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. നെൽസൺ മണ്ടേല. എല്ലാവർക്കും അറിയാലേ, എത്രയോ കൊല്ലങ്ങൾ ജയിലിൽ കിടന്ന വ്യക്തിയാണ്. ആർക്ക് വേണ്ടിയാണ്? അദ്ദേഹത്തിന് വേണ്ടിയല്ല അല്ലെ, സമൂഹത്തിന് വേണ്ടി, കറുത്ത വർഗക്കാർക്ക് നീതി കിട്ടാൻ വേണ്ടി അദ്ദേഹം ജയിലിൽ കിടന്നു, ധാരാളം പീഡനങ്ങൾ അനുഭവിച്ചു. എന്നിട്ടും അദ്ദേഹം ഉയർന്നു വന്നു, അദ്ദേഹത്തിന്റെ പ്രതിരോധശേഷി. അതേപോലെ ഹെലൻ കെല്ലർ അസാധ്യതയെ അതിജീവിച്ച വ്യക്തിയാണ്.
ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളൊരു കണ്ണില്ലാത്ത ആളുകൾ തന്നെ കണ്ണില്ല എന്ന് പറഞ്ഞ് തളർന്നിരിക്കും. കാഴ്ചയില്ല, കേൾവിയില്ല, സംസാരശേഷിയില്ല. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളാണ് അറിവ് കിട്ടാനുള്ളത്. ഇതിൽ 3 ഇന്ദ്രിയം അവർക്കില്ല. എന്നിട്ട് പോലും അവര് ജീവിതത്തിന്റെ അത്യുന്നതങ്ങളിലെത്തി. ധാരാളം പുസ്തകങ്ങൾ വായിച്ചു. ജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അവരുടെയൊക്കെ ജീവിതം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ജീവിതത്തിലെ ഉള്ള വെല്ലുവിളിയൊക്കെ വളരെ നിസ്സാരമാണ്. ഇനിയും നിങ്ങൾക്ക് വെല്ലുവിളി വലിയ താങ്ങാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ സ്വാർത്ഥതയുള്ളവരാണ്. നിങ്ങൾ എന്നെ ചിന്തിച്ച് കണ്ടുപിടിക്കുക അത് ശരിയല്ലേ എന്നുള്ളത്. ഇനി അടുത്ത ഒരു വ്യക്തി ഓഫ്ര വിൻഫ്രെ. ഇവര് വളരെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു. പീഡനങ്ങൾ ധാരാളം ഏറ്റുവാങ്ങി, പട്ടിണി കിടന്നു. എന്നിട്ട് പോലും ഇവരുടെ പ്രവർത്തനം കൊണ്ട് അവര് ഇന്ന് ഏറ്റവും അധികം സ്വാധീനമുള്ള ഒരു ലേഡിയായിട്ട് ലോകത്തിന്റെ മുന്നിൽ തിളങ്ങി നിൽക്കുക. അവരുടെ ഷോകളൊക്കെ വളരെ പ്രസിദ്ധമാണ്. ഈ സോഷ്യൽ മീഡിയയിലുള്ള അവരുടെ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വളരെ നല്ല ക്ലാസ്സുകളൊക്കെ. അപ്പൊ ഇവരൊക്കെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ റിയാക്ട് ചെയ്യാതെ പ്രോ ആക്ട് ചെയ്യാണ് ചെയ്തത്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, എന്താ ഉരുളക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കുക. എന്നോട് എന്തെങ്കിലും ഉണ്ട് പറഞ്ഞാൽ തിരിച്ച് അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുക. അതിനാണ് റിയാക്ഷൻ എന്ന് പറയുക. എന്നാൽ പ്രോ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്താൽ അതിന് മറുപടി പറയണ മുന്നേ എങ്ങനെ പ്രതികരിച്ചാലാണ് അത് എനിക്ക് ഉപകാരപ്പെടുക എന്ന് ചിന്തിച്ച് നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ പ്രതികരിക്കുന്നതിനാണ് പ്രോ ആക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പ്രോ ആക്ഷൻ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ചെയ്യാറുണ്ടോന്നോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. നമ്മളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് റിയാക്ട് ചെയ്യുക അല്ലേ? അതാണ് നമ്മുടെ ശീലം. ഇതേം പറഞ്ഞാൽ അപ്പൊ തന്നെ മറുപടി പറയും, ചിന്തിക്കൊന്നുമില്ല അല്ലേ? ഒരിക്കല് എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടി, ഞാൻ ക്ലാസ് ടീച്ചർ ആയിരിക്കുന്ന സമയത്ത് എക്സ്കർഷന് പോവാൻ എല്ലാവരോടും സമ്മതപത്രമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്ന് പറഞ്ഞപ്പോൾ കുറെ കുട്ടികളൊക്കെ സമ്മതപത്രം കൊണ്ടുവന്നു. അപ്പൊ അതിലൊരു കുട്ടി തലേ ദിവസം പറഞ്ഞപ്പോൾ തന്നെ എന്നെ വിടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൻ സമ്മതപത്രം കൊണ്ട് എങ്ങനെ ഒപ്പിച്ചിടാന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് എന്താ വെച്ചാല് ഞാൻ എന്താ സെന്റി അടിച്ചു എന്ന്. അപ്പൊ എങ്ങനെയാണ് അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതാണ്, എനിക്കറിയാം അച്ഛൻ്റെ അടുത്ത് പൈസ ഇല്ലാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇന്നിപ്പോ ടീച്ചർ എക്സ്കർഷന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ വല്ലാതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. കാരണം അച്ഛന് എന്നെ അയക്കാൻ നല്ല താല്പര്യം ഉണ്ട് എന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് എനിക്കറിയാം അച്ഛന്റെ സാമ്പത്തിക സ്ഥിതി, അച്ഛന്റെ കയ്യിൽ കാശില്ല എന്നുള്ള എനിക്കറിയാം. അച്ഛന് ഇഷ്ടമാണ് എന്നെ അയക്കണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ വിചാരിച്ചു ഞാൻ ഇതിൽ പോകലുണ്ടാവില്ല. എനിക്കതിനൊന്നും ഭാഗ്യമില്ലായിരിക്കില്ലേ, ഞാൻ സ്വന്തം ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഒരിക്കൽ ഒരു യാത്ര പോകാനെന്നുള്ള യോഗം എനിക്കുണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാൻ സമാധാനിച്ചു എന്നാണ് അവൻ അച്ഛനോട് പറഞ്ഞത്. അപ്പോ അച്ഛൻ ആ സെന്റിയിൽ അങ്ങ് വീണു. അതായത് ഈ കുട്ടി ചെയ്തത്, സാധാരണ കുട്ടികൾ എന്താ ചെയ്യാ, എനിക്ക് എക്സ്കർഷന് പോകണം പൈസ തരണം എന്ന് പറഞ്ഞ് വാശി പിടിക്കും അല്ലെ? അപ്പോ അച്ഛനമ്മമാര് കയ്യിൽ കാശില്ലെങ്കിൽ ദേഷ്യപ്പെടും, അങ്ങനെയൊക്കെയാണ്, വിടില്ല. ഈ കുട്ടിയുടെ ഈ വാചകങ്ങൾ നോക്കിയേ, ഏതൊരാൾക്കും ഏതൊരച്ഛനും എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കി കൊടുക്കാൻ തോന്നുന്ന രൂപത്തിലാണ് ആ കുട്ടി അവിടെ അവതരിപ്പിച്ചത്. അപ്പൊ അതൊരു കഴിവാണ്, അതാരും പഠിപ്പിച്ചു കൊടുത്തതല്ല, കുട്ടി തന്നെ സ്വയം ഉണ്ടാക്കി ചോദിച്ചതാണ്. അവന് ആ പെർമിഷൻ കിട്ടുകയും ചെയ്ത്. ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് പ്രയോഗിക്കണമെങ്കിൽ നമുക്കുണ്ടാവുന്ന അവസരങ്ങളെ നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ നമ്മൾ അതിനെ മാറ്റി എഴുതാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക്. കാരണം ജീവിതത്തിൽ പ്രയാസം അനുഭവപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്, അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വൈകാരിക നിയന്ത്രണത്തിലേക്ക് അതുപോലെ മാനസിക ശക്തിയിലേക്ക് കൂടുതൽ ആഴത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ
എൻ്റെ ജോയ്ഫുൾ ലിവിങ് ഹബിൽ ജോയിൻ ചെയ്യാനായിട്ട് കേട്ടോ. അതൊരു കൂട്ടായ്മയാണ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കൂട്ടായ്മയാണ്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾ ഇതിൽ ഏതൊക്കെ മാർഗങ്ങളാണ് നിങ്ങളുടെ മാനസിക പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് കൃത്യമായിട്ട് എഴുതുക കേട്ടോ. നിങ്ങളുടെ ഈ കമൻറ്റുകളാണ് നമുക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ഇടാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ട് കമൻറ്റ് എഴുതാൻ മറക്കരുത്. കമൻറ്റ് കാണുമ്പോഴാണ് നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഇതൊന്നും ആർക്കും ഉപകാരപ്പെടുന്നില്ല എന്നൊരു ധാരണ വരും. അതുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.